മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ MCQന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. സോ ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ DSBM എന്നുള്ള ഒരു സബ്ജക്ട് നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ നമുക്ക് കവർ ചെയ്യേണ്ടതുള്ളൂ. പക്ഷെ ഈവൻ ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാലും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴായിരിക്കും ഇൻ ഡെപ്ത് നമുക്ക് ആ ചാപ്റ്ററിലേക്ക് ഇറങ്ങാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് MCQs വർക്ക്ഔട്ട് ചെയ്യാം. ഓരോ ക്വസ്റ്റ്യനിൽ കൂടെയും പോകുമ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ വേഗം നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റിന്റെ MCQs ആണ്. ഓക്കെ, so first question, the buying and selling of goods in order to make profit is called. So buying and selling അല്ലെങ്കിൽ exchange of goods നെ നമ്മൾ എന്താ വിളിക്കുന്നത്? ആ ഡെഫിനിഷൻ ഓർമ്മയുണ്ടാവും. Buying, selling and exchange of goods is called as trade. Okay, so trade ഉണ്ട്, direct service ഉണ്ട്, commerce ഉണ്ട്, possession ഉണ്ട്. So buying and selling of goods അല്ലെങ്കിൽ buying, selling and exchange of goods എന്ന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ട്രേഡ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്പോർട്ട് ക്രിയേറ്റ്സ് യൂട്ടിലിറ്റി ഓഫ്. അപ്പോൾ നമുക്കറിയാം ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് ഡ്രഗ്സ് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അത് ഡ്രഗ്സ് യൂഷ്വൽ ബിസിനസിന്റെ ആസ്പെക്റ്റിൽ പറയുമ്പോൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അത് ഒരു സീരീസ് ഓഫ് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് കൺസ്യൂമർ അടുത്ത് എത്തുന്നത് അല്ലെ. സോ ഹോൾസെയിലറുടെ അടുത്തെത്തുന്നു, അവിടുന്ന് റീറ്റെയിലറുടെ അടുത്തെത്തുന്നു, അവിടെ നിന്നാണ് കൺസ്യൂമറുടെ അടുത്ത് എത്തുന്നത്. സോ ഈ ഒരു ചെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിനകത്ത് ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ എടുക്കുന്നത് മാനുഫാക്ചറർ ആണ് അല്ലെ. സോ മാനുഫാക്ചറർ ആണ് ഈ പ്രോഡക്റ്റ് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് അവിടെ ഒരു പെർമനന്റ് ആയിട്ട് ഉള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്തുമായിക്കോട്ടെ അത് നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഹോൾസെയിലറെ ഡിപ്പെൻഡ് ചെയ്യണം. ഫോർ ഒരു ലാർജ് വോളിയം ഓഫ് ആയിട്ട് ഇതിനെ ഡീൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഹോൾസെയിലറെ ഡിപ്പെൻഡ് ചെയ്യണം. പിന്നീട് താഴേക്ക് വരുമ്പോൾ റീറ്റെയിലറെ ഡിപ്പെൻഡ് ചെയ്യണം. റീറ്റെയിലറുടെ അടുത്ത് നിന്നാണ് ഇത് കൺസ്യൂമറുടെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു വഴിയിൽ ഒരുപാട് ഹിൻഡ്രൻസസ് ഉണ്ട്. ഹിൻഡ്രൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ മുടക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതിനെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഓവർകം ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവുക. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂട്ടിലിറ്റിയെ പറ്റിയും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹിൻഡ്രൻസസിനെ പറ്റിയിട്ടും നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനകത്ത് ഒന്നാണ് ട്രാൻസ്പോർട്ട്. ഓക്കെ, നമുക്കറിയാം ഒരു സാധനം ഒരിടത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്തു, അത് ഒരു സോളിഡ് ആയിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്തായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം കൂടുതലായിട്ടും മാനുഫാക്ചർ ചെയ്യുന്ന ഡ്രഗ്സ് എല്ലാം നോർത്തേൺ സ്റ്റേറ്റ്സിലായിരിക്കും അല്ലെ. നോർത്തേൺ സ്ഥലത്താണ് അവിടെ റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി കിട്ടുന്നതും എല്ലാം നോർത്തേൺ റീജിയനിലാണ്. സോ നോർത്തേൺ റീജിയനിലെ ആൾക്കാർ മാത്രമാണോ ആ ഡ്രഗിന്റെ കൺസ്യൂമേഴ്സ്? അല്ല, ത്രൂ ഔട്ട് ദ ഇന്ത്യ എല്ലായിടത്തും ഈ ഡ്രഗിന് കൺസ്യൂം ചെയ്യാനായിട്ട് ആളുകളുണ്ട്. ഈ കൺസ്യൂം ചെയ്യുന്ന അടുത്തേക്ക് നമുക്ക് ഈ സാധനങ്ങൾ എത്തണമെങ്കിൽ വി നീഡ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെ. അപ്പം ഈ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഇതെല്ലാം സ്റ്റോക്ക് ചെയ്യാനുള്ള, സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഉണ്ടാവണം എന്നില്ല. ഇത് കൺസ്യൂമറുടെ അടുത്ത് എത്തിയാൽ മാത്രമേ അവിടുന്ന് അവർക്ക് പ്ലേസ് യൂട്ടിലിറ്റി ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ ട്രാൻസ്പോർട്ട് വിൽ ക്രിയേറ്റ് യൂട്ടിലിറ്റി ഓഫ് പ്ലേസ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹിൻഡ്രൻസസ് ഉണ്ട്. അതായത് ഒരു മാനുഫാക്ചർ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിനു ശേഷം അത് ആളുകളുടെ അടുത്തേക്ക്, കൺസ്യൂമേഴ്സിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹിൻഡ്രൻസസ് അവർക്ക് ഫേസ് ചെയ്യാം. അതായത് ഇപ്പൊ മാർക്കറ്റിങ്ങിന്റെ കേസിലായിക്കോട്ടെ, അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ അഡ്വർടൈസ്മെന്റ് കേസിലായിക്കോട്ടെ, ആളുകൾ ഒരുപാട് ഹിൻഡ്രൻസസിലൂടെയാണ് കൺസ്യൂമറുടെ അടുത്തേക്ക് ഒരു പ്രോഡക്റ്റ് എത്തുന്നത്. അപ്പോ ട്രാൻസ്പോർട്ടേഷൻ എന്തിന്റെ യൂട്ടിലിറ്റി ആണ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ടൈം ആണോ, സമയത്തിന്റെ യൂട്ടിലിറ്റി ആണോ ട്രാൻസ്പോർട്ടേഷൻ സഹായിക്കുന്നത്? അല്ല. കൊമേഴ്സ് ആണോ? കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ട്രേഡ്, കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ആണ് ഉദ്ദേശിക്കുന്നത്. ട്രേഡ് ആണോ ഹെൽപ്പ് ചെയ്യുന്നത്? എന്ത് ഹിൻഡ്രൻസിനെയാണ് ട്രാൻസ്പോർട്ട് ഓവർകം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം.
it is place. Okay, so option B. നേരത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ദർ ആർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹിൻഡ്രൻസസ് എന്നുള്ള കാര്യം അല്ലേ. അപ്പം ഒരു മാനുഫാക്ചറർ അടുത്തുനിന്ന് കൺസ്യൂമർ അടുത്തേക്ക് ഒരു പ്രോഡക്റ്റ് എത്തുന്ന സമയം ഒരുപാട് തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ തടസ്സങ്ങളെ ഓവർകം ചെയ്യുന്നതനുസരിച്ചിരിക്കും നമുക്ക് ആ ബിസിനസ്സിൽ എത്രത്തോളം മുമ്പോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം സൗകര്യപ്രദമായിരിക്കും എന്നുള്ളത്. സോ കുറച്ച് ഹിൻഡ്രൻസസ്, അതിന്റെ ഓപ്ഷൻസ് അല്ലെങ്കിൽ അത് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ഹിൻഡ്രൻസസ് ഓഫ് പേഴ്സൺ. ഓക്കെ, സോ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ബിസിനസ് അല്ലേ. അപ്പം ഒരു ബിസിനസ് നടക്കണമെങ്കിൽ അവിടെ ഹ്യൂമൻ ലേബർ അല്ലെങ്കിൽ ഹ്യൂമൻ പേഴ്സൺ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഹോൾസെയിലർ ഒരു റീറ്റെയിലറോട് സംസാരിക്കണം, റീറ്റെയിലർ കൺസ്യൂമർ അടുത്ത് റിവ്യൂ എടുക്കണം. സോ ഈ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഫോർമുല ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ട്രേഡ് എന്ന് പറയും. ഓക്കെ, സോ ട്രേഡ് എന്ന് പറയുന്നത് ഒരു കൊമേഴ്സിന്റെ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ഒരു കൊമേഴ്സ് എടുക്കുകയാണെങ്കിൽ ആ കൊമേഴ്സിന്റെ ന്യൂക്ലിയസ് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ട്രേഡ് എന്ന് പറയുന്നത്. ട്രേഡിൽ എന്താണ് നടക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദീസ് പേഴ്സൺസ് അല്ലെ. അപ്പൊ മാനുഫാക്ചറുടെ ഭാഗത്തു നിന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷനും അതേപോലെ റീറ്റെയിലറുടെ ഭാഗത്തു നിന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷനും നമുക്ക് പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലൂടെ ക്ലിയർ ആവും. സോ ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രേഡ് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി ഓവർകം ബൈ യൂസിങ് ട്രേഡ്. ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ ക്യാൻ ബി അവോയ്ഡഡ് അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഓവർകം ബൈ യൂസിങ് ട്രേഡ്. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഹിൻഡ്രൻസ് ഓഫ് എക്സ്ചേഞ്ച്. നമുക്കറിയാം മാനുഫാക്ചറുടെ അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഡിസിൻ അല്ലെങ്കിൽ ഡ്രഗ്സ് അത് മാനുഫാക്ചറർ അടുത്തുനിന്ന് ഹോൾസെയിലർ അടുത്തെത്തുന്നു, ഹോൾസെയിലർ അടുത്തുനിന്ന് റീറ്റെയിലർ അടുത്തെത്തുന്നു, റീറ്റെയിലർ അടുത്തുനിന്ന് കൺസ്യൂമർ അടുത്തെത്തുന്നു. ഈ ഒരു ചെയിനിൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സിന്റെ കൂടെ എക്സ്ചേഞ്ച് ഓഫ് മണി എന്നൊരു ആസ്പെക്റ്റും കൂടെ വരുന്നുണ്ട്. അപ്പൊ പ്രോഡക്റ്റ് കൊടുത്തു, നമുക്ക് തിരിച്ച് അതിന്റെ ക്രെഡിറ്റോ അല്ലെങ്കിൽ ക്യാഷോ ആയിട്ട് റിസീവ്ഡ് ആയിട്ടില്ലെങ്കിൽ ആ ഒരു ബിസിനസ് മുമ്പോട്ട് പോകുമോ? ഇല്ല. സോ ആ ഒരു ഹിൻഡ്രൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഉള്ള ഒരു സോഴ്സ് ആണ് ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ബാങ്കിനും ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും നമ്മളെ ഒരു പരിധി വരെ ഈ ഒരു ഹിൻഡ്രൻസ് ഓഫ് എക്സ്ചേഞ്ചിന് സഹായിക്കാൻ പറ്റും. സോ ഗുഡ്സ് നമ്മൾ അവർക്ക് കൊടുക്കുന്നു, ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഗെറ്റിംഗ് ഗുഡ്സ് ദേ വിൽ ഗിവ് us മണി അല്ലേ. സോ ഈ ഒരു ഇതിനെ ഓവർകം ചെയ്യാനായിട്ട്, ആ ഒരു ഹിൻഡ്രൻസിനെ ഓവർകം ചെയ്യാനായിട്ട് ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ നേരത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്. നമ്മൾ പറഞ്ഞു മാനുഫാക്ചറർ അടുത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം, എന്തോ സാധനം ആയിക്കോട്ടെ, എനി പ്രോഡക്റ്റ്, ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ ഡ്രഗ് അല്ലെങ്കിൽ അതർ ദാൻ ഈ ഒരു ഡ്രഗ് അല്ലാത്ത ഏതൊരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ബിസിനസിന്റെ കേസിൽ മാനുഫാക്ചർ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്താൽ മാനുഫാക്ചറിന് പ്ലേസിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെ. സോ ഇത്രയും മാസ്സായിട്ട് ഇത്രയും ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റ് എവിടെ സ്റ്റോർ ചെയ്യും അല്ലെ, ആ ഒരു പ്ലേസിനുള്ള ഒരു സ്കേഴ്സിറ്റി ആണ് ഏറ്റവും മേജർ ആയിട്ട് വരുന്ന ഒരു ഹിൻഡ്രൻസ്. അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. ഓക്കെ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്ത അടുത്തുനിന്ന് ഇത് കൺസ്യൂമറിലേക്ക് എത്രയും വേഗം എത്തിക്കുക എന്നുള്ളതാണ്. ട്രാൻസ്പോർട്ടേഷൻ ആണ് ആ ഒരു ഹിൻഡ്രൻസ് ഓവർകം ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അടുത്തത് ഹിൻഡ്രൻസ് ഓഫ് ടൈം. ഓക്കെ, ടൈം നമുക്കറിയാം, നമ്മളൊരു യൂഷ്വലി DSBM പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്, ദർ ഇസ് എ യൂഷ്വൽ പാറ്റേൺ അല്ലെ. നമ്മൾ ഓർഡർ ചെയ്യുന്നു, നമ്മുടെ ഓർഡറിന് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് നമ്മൾ ഒരു റിക്വസിഷൻ ഫോമിൽ കൊടുക്കുന്നു, ആ റിക്വസിഷൻ ഫോം മാനുഫാക്ചർ എടുത്തെത്തുന്നു, നമുക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ള അനുസരിച്ചുള്ള സാധനങ്ങൾ അവർ തിരിച്ചു തരുന്നു അല്ലെ. ഇതിനൊരു കുറച്ച് ടൈം ഉണ്ട്, ടൈം പീരീഡ് ഉണ്ട്. ഓക്കെ, സോ റിക്വസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് തിരിച്ച് ഈ കൺസ്യൂമേഴ്സിന്റെ അടുത്തേക്ക് ഈ സാധനം എത്താൻ കുറച്ച് ടൈം ലാഗ് വരുന്നുണ്ട്. ഈ ഒരു ടൈമിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യുന്നതാണ് സ്റ്റോറേജ് അല്ലെങ്കിൽ വെയർ ഹൗസിംഗ് എന്ന് നമ്മൾ പറയും. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് മൾട്ടിപ്പിൾ ആയിട്ട് പല ഇടങ്ങളിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക, എന്നിട്ട് എവിടെ നിന്നാണോ റിക്വസ്റ്റ് വരുന്നത് അവിടെ എത്രയും പെട്ടെന്ന് ഈ ഡ്രഗ് അല്ലെങ്കിൽ മെഡിസിൻ എത്തിച്ചു കൊടുക്കുക. അതാണ് വെയർ ഹൗസിംഗിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ വെയർ ഹൗസിംഗ് ക്യാൻ ബി യൂസ്ഡ് ടു ഓവർകം ദ ഹിൻഡ്രൻസസ് ഓഫ് ടൈം. നെക്സ്റ്റ് വൺ ഇസ് ഹിൻഡ്രൻസ് ഓഫ് നോളജ്.
നോളജ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് യൂഷ്വലി ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ പറ്റി അറിയാവുന്ന ആളുകളായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നതിന്റെ അളവും കുറവായിരിക്കും. മാനുഫാക്ചറേഴ്സിന് പിന്നെയും പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സ് ഇപ്പുറത്തെ സൈഡിൽ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. സോ മാനുഫാക്ചർ എന്തിനു വേണ്ടിയാണോ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ ഗുണങ്ങൾ അറിയാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ കൺസ്യൂമേഴ്സ് അത് യൂട്ടിലൈസ് ചെയ്യാത്തത്. ലെറ്റ്സ് കൺസിഡർ എ സോപ്പ്. ഓക്കെ, ഇപ്പം ഏതെങ്കിലും ഒരു സോപ്പ് എടുക്കുക, ഇതർ ലെക്സ്, ലൈഫ് ബോയ്, അല്ലെങ്കിൽ ഇന്ദുലേഖ, ഒരു ഡെറ്റോൾ, ഓർ സം എക്സാമ്പിൾ യു ജസ്റ്റ് തിങ്ക് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, ഏതൊരു സോപ്പ് ആയിക്കോട്ടെ, ഇൻ ദ അഡ്വർടൈസ്മെന്റ് ദേ വിൽ ബി സേയിങ് സം ഓഫ് ഇറ്റ്സ് ക്വാളിറ്റീസ് അല്ലേ. അപ്പൊ ആ ഒരു സമയം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഇന്ന ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ ഇന്ന ഹെൽത്ത് പ്രോബ്ലംസിന് അത് യൂസ്ഫുൾ ആകുമെന്ന് മനസ്സിലാകുകയാണ് നമുക്ക് ചെയ്യുന്നത്. ഈ ഒരു നോളജ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ പബ്ലിസിറ്റി. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ മാത്രം ആലോചിച്ചാൽ മതി. ഒരു സോപ്പ്, ഈവൻ ഒരു സോപ്പ് എന്നാ ഞാൻ പറയും, നമുക്ക് അല്ലാതെ മാജിക് റെമഡി ആക്ട് പ്രകാരം നമുക്ക് എല്ലാ ഡ്രഗ്സിന്റെയും നമുക്ക് ഒരിക്കലും അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സോപ്പ് പോലെയുള്ള ഒരു കോസ്മെറ്റിക് പ്രോഡക്ട്സ് which is used not as a cosmetic, it is used more of a body need അല്ലെ. ബോഡിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നത്. ഫാർമസ്യൂട്ടിക്സിൽ നിങ്ങൾ പഠിച്ച ഒരു പോയിന്റ് ആണ്, സോപ്പ് ഒരിക്കലും ഒരു കോസ്മെറ്റിക് അല്ല. ബട്ട് സോപ്പ് എന്താണ്? സോപ്പ് നമ്മുടെ ബോഡിയുടെ ഒരു നീഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സോപ്പ് പോലും ആളുകൾ ഉപയോഗിക്കണമെങ്കിൽ എന്തിനാണ് പ്രിപ്പയർ ചെയ്തതെന്നും അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്നും ഉപയോഗിച്ചാൽ എന്തൊക്കെ ഗുണമുണ്ട് എന്നും ആളുകളെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവരെ ഇൻഫോം ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. സോ ദാറ്റ് ഈസ് പബ്ലിസിറ്റി ആൻഡ് അഡ്വർടൈസ്മെന്റ്. അങ്ങനെ അഡ്വർടൈസ് ചെയ്യുമ്പോൾ, പബ്ലിസിറ്റി കൂട്ടുമ്പോൾ നമുക്ക് ആളുകൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ഏജന്റിനെ പറ്റിയുള്ള നോളജും ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ there are other two types. ഒന്ന് സ്പോയിലേജ് പ്രിവെന്റ് ചെയ്യാനായിട്ട് പാക്കിംഗ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്പോയിലേജ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക്, അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ്, അതിനകത്ത് ലീക്കേജ് ഒക്കെ സംഭവിക്കാം. സോ ഈ ലീക്കേജ് ഒക്കെ തടയാൻ വേണ്ടി നമുക്ക് ചെയ്യുക, അതിനെ പ്രോപ്പറായിട്ട് പാക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു ഹിൻഡ്രൻസ് എന്ന് പറയുന്നത് ലോസ്. ഇപ്പം ചില സമയം ഫയർ വരാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നാശങ്ങൾ സംഭവിച്ച് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഡക്റ്റ് നശിച്ചു പോകാം. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു വർത്ത്ഫുൾ ആകാം. ഓക്കെ, സോ ദീസ് ആർ ദ ഹിൻഡ്രൻസസ്. ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ ഓവർകം ചെയ്യാൻ വേണ്ടി ട്രേഡ് ആണ് സഹായിക്കുക. ഹിൻഡ്രൻസ് ഓഫ് എക്സ്ചേഞ്ച് ഓവർകം ചെയ്യാൻ വേണ്ടി ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും സഹായിക്കുക. ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് ഓവർകം ചെയ്യാനായിട്ട് ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ആയിരിക്കും ഹെൽപ്പ് ചെയ്യുക. ഹിൻഡ്രൻസ് ഓഫ് ടൈം ഓവർകം ചെയ്യാനായിട്ട് വെയർ ഹൗസിംഗ് ആയിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഹിൻഡ്രൻസ് ഓഫ് നോളജ് അവോയ്ഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓവർകം ചെയ്യാനായിട്ട് അഡ്വർടൈസിങ് അല്ലെങ്കിൽ പബ്ലിസിറ്റി ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മുടെ സിലബസ് പ്രകാരം ബാങ്കിങ്, ഫിനാൻസ്, ഇൻവെന്ററി കൺട്രോൾ, ദെൻ സെയിൽസ്മാൻഷിപ്പ്, അങ്ങനെ വളരെ കുറച്ച് ഏരിയാസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ഹിൻഡ്രൻസസ് എന്നൊക്കെ പറയുന്നത് ഒരു DSBMനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കോർ ആയിട്ടുള്ള ഏരിയാസ് ആണ്. അതൊന്നും വിട്ട് കളയരുത്, പ്രധാനമായിട്ടും സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കുക. So next question, advertising and salesmanship help to remove the hindrance of. So ഇപ്പൊ നമ്മൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിനകത്തുനിന്ന് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാം അല്ലെ. എന്തൊക്കെയാണ് ഓപ്ഷൻസിൽ വരുന്നത്? പ്ലേസ്. പ്ലേസിനെ എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുക? ബൈ യൂസിങ് ട്രാൻസ്പോർട്ടേഷൻ. മറക്കരുത്, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ആണ് ഉപയോഗിക്കുക. ദെൻ പ്ലേസ് ആണെങ്കിലോ, പേഴ്സൺ ആണെങ്കിലോ ട്രേഡ് ആണ് ഉപയോഗിക്കുക. ഫിനാൻസ് ആണെങ്കിലോ ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻസ് ഒക്കെ നമ്മളെ എക്സ്ചേഞ്ചിനാണ് ഹെൽപ്പ് ചെയ്യുക. എക്സ്ചേഞ്ച്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ, അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് നമ്മളെ സഹായിക്കുന്നത് നോളജിനാണ്. ഓക്കെ, സോ ഇറ്റ് വിൽ ഹെൽപ്പ് ടു റിമൂവ് ദ നോളജ്. നെക്സ്റ്റ് വൺ ഈസ് ഇൻഡസ്ട്രി ക്രിയേറ്റ്. അപ്പം നിങ്ങൾക്കറിയാം ഇൻഡസ്ട്രിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇൻഡസ്ട്രി റോ മെറ്റീരിയൽസിനെ കളക്ട് ചെയ്തുകൊണ്ട് റോ മെറ്റീരിയൽസിൽ നിന്ന് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റുന്നു. സോ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നാണ് ഇൻഡസ്ട്രിയുടെ പർപ്പസ് എന്ന് പറയുന്നത്. സോ ഇൻഡസ്ട്രി എന്താണ് ചെയ്യുന്നത്? ടൈം ആണോ യൂട്ടിലൈസ് ചെയ്യുന്നത്? പ്ലേസ് ആണോ? ഫോം ആണോ? പ്രോസസ്സിംഗ് ആണോ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇൻഡസ്ട്രീസ് ആർ മെയിൻലി
ക്രിയേറ്റ്സ് ഫോം യൂട്ടിലിറ്റി. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈയിങ് ഓഫ് ഗുഡ്സ് ഫ്രം എബ്രോഡ് ഇസ് നോൺ ആസ്. നമ്മൾ പുറത്തുനിന്ന് ഒരു സാധനം വാങ്ങുന്നതിന് എന്ത് പറയും? ഓപ്ഷൻ എ ഈസ് എൻട്രിപ്പോർട്ട്, ഓപ്ഷൻ ബി ഈസ് എക്സ്പോർട്ട്, ഓപ്ഷൻ സി ഈസ് ഇമ്പോർട്ട് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഇമ്പോർട്ട്. പുറത്തുനിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്നതിന് ഇമ്പോർട്ട് എന്നും നമ്മളുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുന്നതിന് എക്സ്പോർട്ട് എന്നുമാണ് പറയുക. നെക്സ്റ്റ് വൺ, trade between two countries is known as. So in between two countries ട്രേഡ് നടക്കുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ട്രേഡിംഗ് തന്നെ പല വിധത്തിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. സോ റീജിയണൽ ട്രേഡ് ഉണ്ട്, ലോക്കൽ ട്രേഡ് ഉണ്ട്, ഹോം ട്രേഡ് ഉണ്ട്, ഫോറിൻ ട്രേഡ് ഉണ്ട്. സോ ഹോം ട്രേഡ് എന്നൊക്കെ പറഞ്ഞാൽ ലോക്കൽ, നമ്മുടെ റീജിയൻ. ലോക്കൽ എന്ന് പറഞ്ഞാലോ വിതിൻ ദാറ്റ് പർട്ടിക്കുലർ ലൊക്കാലിറ്റി അല്ലെ. റീജിയണൽ എന്ന് പറഞ്ഞാലോ വിതിൻ സം റീജിയൻസ്. പക്ഷെ ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിയോണ്ട് ആൾ ദീസ്, ബിയോണ്ട് ടു മേജർ കൺട്രീസ് അല്ലെങ്കിൽ മേജർ ഇൻഡസ്ട്രിയൽ ഏരിയാസ്. രണ്ട് രാജ്യങ്ങളിലുള്ള ട്രേഡിനെയാണ് നമ്മൾ ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ ഇസ് വെയർഹൗസിംഗ് റിമൂവ് ദ ഹിൻഡ്രൻസ് ഓഫ്. വാട്ട് ഇസ് ദ ആൻസർ? വെയർഹൗസിംഗ് എന്തിന്റെ ഹിൻഡ്രൻസ് ആണ്? ആ ഒരു പർട്ടിക്കുലർ സിനാരിയോ പഠിച്ചപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. നോക്കൂ, വെയർഹൗസിംഗ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു മാനുഫാക്ചറർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനത്തിനെ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ടേക്സ് ടൈം അല്ലെ. സോ ആ ഒരു ടൈമിനെ ഓവർകം ചെയ്യാനായിട്ടാണ് നമ്മൾ വെയർഹൗസിംഗ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്പോർട്ട് റിമൂവ് ദ ഹിൻഡ്രൻസ് ഓഫ്. അപ്പൊ ട്രാൻസ്പോർട്ട് എന്താണ് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് വിൽ റിമൂവ് ദ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്, പേഴ്സൺ, ട്രേഡ്, ടൈം, വെയർഹൗസിംഗ്, നോളജ്, അഡ്വർടൈസ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിസിനസ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ അല്ലെങ്കിൽ ആൻ നോൺ എക്കണോമിക്കൽ ആക്ടിവിറ്റി ആണോ, എക്കണോമിക്കൽ ആക്ടിവിറ്റി ആണോ, ബോത്ത് എക്കണോമിക്കൽ ആൻഡ് നോൺ എക്കണോമിക്കൽ ആക്ടിവിറ്റി ആണോ, ഓൾ ഓഫ് ദ എബവ് ആണോ? ഏതാണ് ഉത്തരം? ബിസിനസ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം അല്ലെ. ഇറ്റ് ഈസ് ദ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് ഇസ് ദ എക്സ്ചേഞ്ച് അല്ലെ. ഒരു എക്സ്ചേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റിയും കൂടെ അവിടെ സംഭവിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി. സോ ബിസിനസ് മീൻസ് ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആണോ, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആണോ, കൊമേഴ്സ് ആണോ, ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ആണോ? ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ആണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ക്യാൻ സ്റ്റാർട്ട് ഇറ്റ് ബിസിനസ്. ഓക്കെ, സോ നമുക്കറിയാം കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസും ഉണ്ട്, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസും ഉണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതിന്റെ അകത്ത് ഏത് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് അല്ലെങ്കിൽ ഏത് പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടവരാണ്? ഒന്ന്, ഓൺ ദ റെസിപ്റ്റ് ഓഫ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ബി, on the receipt of certificate of commencement of business. Option C, on the receipt of both of the above certificate, അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് commencement സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനും. ഇത് രണ്ടും കൈവശം ഉണ്ടാവണോ അതോ ഇതൊന്നും വേണ്ടേ എന്നാണ് ചോദ്യം. സോ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അതിന്റെ ബിസിനസ് വർക്ക്ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ലൈസൻസ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. സോ ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ ഇസ് ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. സോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ മാക്സിമം ഇസ് 50. 20 അല്ല, 30 അല്ല, അൺലിമിറ്റഡ് അല്ല. അൺലിമിറ്റഡ് ഏതിന്റെ ഉത്തരമാണ്? പബ്ലിക്. ഓക്കെ, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഉത്തരമാണ് അൺലിമിറ്റഡ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലെ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇസ് 50. The minimum number of directors in a private limited company is. എത്ര പേരെയാണ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് അവരുടെ ഡയറക്ടറായിട്ട് വെക്കാനായിട്ട് സാധിക്കുന്നത്? 5 ആണോ, 4 ആണോ, 2 ആണോ, 3 ആണോ? The answer is option 2. Sorry, option C, 2 ആണ് ഉത്തരം. 2 പേരെയാണ് ഡയറക്ടറായിട്ട് വെക്കാൻ പറ്റുന്നത്. എന്നാൽ
ഒരു പബ്ലിക്കിലാണെങ്കിലോ 3 വെക്കാം കേട്ടോ. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അവർക്ക് 3 പേരെ ഡയറക്ടർ സ്ഥാനത്തേക്ക് വയ്ക്കാം. ചോദ്യം എന്തായിരുന്നു? മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി 5 ആണോ 4 ആണോ 2 ആണോ 3 ആണോ? ഉത്തരം ഓപ്ഷൻ സി ആണ് 2. 3 എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ അല്ല, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടറുടെ എണ്ണമാണ്. The maximum number of member in case of a public limited company is, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് വെക്കാൻ സാധിക്കുന്ന പരമാവധി അവരുടെ ജോലിക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 50 ആയിരുന്നുവെങ്കിൽ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് എത്ര ആളുകളെ വേണമെങ്കിലും അവരുടെ എംപ്ലോയി ആയിട്ട് വെക്കാം. ഇറ്റ് ഈസ് അൺലിമിറ്റഡ്. The minimum number of directors in a public limited company. Okay, so നമ്മൾ പറഞ്ഞു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ 3 പേരാണുള്ളത്. 7 ഉണ്ട്, 5 ഉണ്ട്, 4 ഉണ്ട്. ഓപ്ഷനിൽ 2 ഇല്ല. 2 എന്തിന്റെ ആയിരുന്നു? 2 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലെ ഡയറക്ടേഴ്സിന്റെ എണ്ണവും 3 പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ എണ്ണവുമായിരുന്നു. നെക്സ്റ്റ്, മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഹാസ് ബീൻ സ്പെസിഫൈഡ് ബൈ. ഓക്കെ, സോ ഒരു ഫേം നടത്തുമ്പോൾ അതിൻ്റെ അകത്ത് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ എത്ര പാർട്ട്നേഴ്സ് വേണം, അവർ തമ്മിലുള്ള എന്തൊക്കെ എഗ്രിമെന്റുകൾ വേണം എന്ന് പറയുന്നത് ഈ താഴെ പറയുന്ന ഏതിലാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, ഏത് ആക്ടിലാണ് അത് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഓഫ് 1932, ദ കമ്പനി ആക്ട് ഓഫ് 1956, ദ ഇൻകം ടാക്സ് ആക്ട് ഓഫ് 1961, ഓൾ ഓഫ് ദ എബവ്. ഏതാണ് ഉത്തരം? Minimum number of partners in a firm has been specified by the Company Act. Okay, 1956, 1956. പണ്ട് അരുൺ സാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, മുറിച്ചു പഠിച്ചാൽ എളുപ്പത്തിൽ ഓർത്തിരിക്കാം എന്നുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ തന്നെ പഠിക്കുക. നമുക്ക് ഈ പറയുന്ന പോലെ ഓരോ വർഷങ്ങൾ വരുമ്പോൾ കൺഫ്യൂഷൻ വരാം. കമ്പനി ആക്ട് തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ കമ്പനി ആക്ട് 1956 എന്നും കമ്പനി ആക്ട് 1961 എന്നും തരാം. നിങ്ങൾക്ക് സംശയം തോന്നാം, കമ്പനി ആക്ട് ആണെന്നറിയാം, വർഷം ഏതാണെന്ന് അറിയില്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോവും. സോ ദ കമ്പനി ആക്ട് 1956 കമ്പനി ആക്ട് രൂപീകരിച്ചത്. ആ കമ്പനി ആക്ടിലാണ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് എത്ര വേണമെന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ രജിസ്ട്രേഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഈസ്. ഓക്കെ, സോ പാർട്ട്ണർഷിപ്പിൻ്റെത് കമ്പൽസറി ആണോ അതോ ഓപ്ഷനിലാണോ അതോ കമ്പനി ആക്ട് 1956 പ്രകാരം കമ്പൽസറി ആണോ ഓൾ ഓഫ് ദ എബവ് ആണോ എന്നാണ് ചോദ്യം. സോ ഒരു പാർട്ട്ണർഷിപ്പിന്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ. ഒരു തരത്തിലും അത് കമ്പൽസറി അല്ല. In which of the following form of business organization registration is compulsory by law? ഓക്കെ, നിയമാനുസൃതം വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ നിയമം പറയുന്നതനുസരിച്ച് ഈ താഴെ പറയുന്നവയിൽ ഏത് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷന്റെ ആണ് രജിസ്ട്രേഷൻ കമ്പൽസറി എന്ന് പറഞ്ഞിരിക്കുന്നത്? താഴെ പറഞ്ഞിരിക്കുന്ന ഫോമിനകത്ത് കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എന്താണ്? രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഏതിൻ്റെയാണ് എന്നാണ് ചോദ്യം. പാർട്ട്ണർഷിപ്പ് ആണോ, ജോയിന്റ് സ്റ്റോക്ക് ആണോ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണോ, അത് ഓൾ ഓഫ് ദി അബവ് ആണോ? ഉത്തരം ഏതാണ്? ഇതിൻ്റെ അകത്ത് നമുക്ക് പാർട്ട്ണർഷിപ്പ് അല്ല. പാർട്ട്ണർഷിപ്പ് രജിസ്ട്രേഷൻ ചെയ്യണം നിർബന്ധമില്ല എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണോ? അല്ല, ഒരാളുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ള, അതും രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓൾ ഓഫ് ദ എബവ് അല്ല എന്ന് അപ്പൊ തന്നെ മനസ്സിലായി. അപ്പൊ ഉത്തരം എന്താണ്? ജോയിന്റ് സ്റ്റോക്ക് ആയിട്ടുള്ള കമ്പനികളാണ് എന്നുണ്ടെങ്കിൽ അവര് നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ദ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ക്യാരിങ് എ ജനറൽ ബിസിനസ്. ബാങ്ക് അല്ലാതെ ഒരു ജനറൽ ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരാളുകളിൽ പരമാവധി എത്ര പാർട്ട്നേഴ്സ് ഉണ്ടാവാം? മാക്സിമം പാർട്ട്നേഴ്സ് എന്നാണ് നമ്മളോട് ചോദ്യം കേട്ടോ. എത്ര പാർട്ട്നേഴ്സ് പരമാവധി ഉണ്ടാകാം? ദ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് 20 ആണ് കേട്ടോ. 10 അല്ല, 50 അല്ല, 40 അല്ല, 20 പേരാണ് ഒരു ബാങ്ക് അല്ലാത്ത ഒരു സ്ഥാപനം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് പരമാവധി ഒരു ഫേം ക്യാരി ചെയ്യാൻ പറ്റുന്ന, ജനറൽ ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്ന 20 പേരെ വെച്ചാണ്.
ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, ഏറ്റവും പഴയ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണോ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണോ, പാർട്ട്ണർഷിപ്പ് ആണോ, ഓൾ ഓഫ് ദി അബോവ്? പാർട്ട്ണർഷിപ്പ് ഒക്കെ എന്തായാലും കുറച്ചും കൂടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടാവും. ഏറ്റവും പഴയതായിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ് ഏറ്റവും അനുയോജ്യമായ ഉത്തരം ഓൾഡസ്റ്റ് ഫോമിന്റെ അകത്ത്. നെക്സ്റ്റ് വൺ, ഇൻ എ മെയിൽ ഓർഡർ ബിസിനസ് ഗുഡ്സ് ആർ സോൾഡ്. സോ ആദ്യമേ ബിസിനസ് ഓർഡർ അല്ലെങ്കിൽ മെയിൽ ഓർഡർ എന്നുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കാം. മെയിൽ ഓർഡർ എന്താണ് ചെയ്യുന്നത്? ഗുഡ്സ് ആർ ട്രാൻസ്ഫേർഡ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഗിവൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പോസ്റ്റ്, അല്ലെ? ഒരു പോസ്റ്റിന്റെ സഹായത്തോടു കൂടി സാധനങ്ങളെ കൈമാറുന്നതിനെയാണ് നമ്മൾ മെയിൽ ഓർഡർ അല്ലെങ്കിൽ മെയിൽ ഓർഡർ ബിസിനസ് എന്ന് പറയുന്നത്. സോ മെയിൽ ഓർഡർ ബിസിനസിന്റെ അകത്ത് സാധനങ്ങളെ എങ്ങനെ കച്ചവടം ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാഷിന്റെ പുറത്താണോ, ക്രെഡിറ്റിന്റെ പുറത്താണോ, അതോ ക്യാഷിന്റെയും ക്രെഡിറ്റിന്റെയും പുറത്താണോ? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓൺലി ഓൺ ക്യാഷ് ബേസിസ്. റീറ്റെയിലേഴ്സ് ഹാവ് ഡയറക്റ്റ് ലിങ്ക് വിത്ത്. സോ ഞാൻ നിങ്ങളോട് ഇന്ന് പലവട്ടമായിട്ട് ഈ ഒരു ചെയിൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒന്നുകൂടെ പറഞ്ഞുതരാം. മാനുഫാക്ചറേഴ്സ് ഹോൾസെയിലേഴ്സിന് കണക്ട് ചെയ്യും, ഹോൾസെയിലർ റീറ്റെയിലറെ കണക്ട് ചെയ്യും, റീറ്റെയിലർ കൺസ്യൂമറെ കണക്ട് ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ചെയിൻ. റീറ്റെയിലേഴ്സ് ഹാവ് ഡയറക്റ്റ് ലിങ്ക് വിത്ത്. അപ്പൊ ഇവിടെ തന്നെ ഈ ഒരു ഫ്ലോ ചാർട്ടിൽ നിന്ന് മനസ്സിലാവും റീറ്റെയിലർക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉള്ളത് ആരുമായിട്ട് മാത്രമാണ്? കൺസ്യൂമറുമായിട്ട്. അതേപോലെ റീറ്റെയിലർക്ക് ഡയറക്റ്റ് ലിങ്ക് ഉള്ള ഒരാളും കൂടിയുണ്ട്, ഹോൾസെയിലർ. മനസ്സിലായോ? മാനുഫാക്ചറർ അടുത്തുനിന്ന് ഹോൾസെയിലർ മേടിക്കുന്നു, ഹോൾസെയിലർ അടുത്തുനിന്ന് റീറ്റെയിലർ മേടിക്കുന്നു, റീറ്റെയിലർ അടുത്തുനിന്ന് കൺസ്യൂമർ മേടിക്കുന്നു. ഓക്കെ, സോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റീറ്റെയിലർക്ക് ഹോൾസെയിലറുമായിട്ടും കണക്ഷൻ ഉണ്ട്, കൺസ്യൂമറുമായിട്ടും കണക്ഷൻ ഉണ്ട്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ബി. So retailers have direct link with both wholesaler and consumer എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. So answer is option D, both A and B. Okay, next question. A wholesaler act as a link between manufacturer and. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മാനുഫാക്ചറർ, ഹോൾസെയിലർ, റീറ്റെയിലർ, കൺസ്യൂമർ, ഇങ്ങനെയാണ് ആ ഒരു ഗ്രാഫ് പോകുന്നത്, അല്ലെ? അപ്പം ഹോൾസെയിലർക്ക് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് കിട്ടുന്നത് ആരും തമ്മിലാണ്? ബിറ്റ്വീൻ ദ മാനുഫാക്ചറർ ആൻഡ് ദ റീറ്റെയിലർ. സോ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഹോൾസെയിലർ ഷുഡ് ബി റിമൂവ്ഡ് ഫ്രം ദ ചെയിൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബിക്കോസ്. അപ്പൊ നമുക്കറിയാം മാനുഫാക്ചറർ അടുത്തുനിന്ന് ഡയറക്റ്റ് ആയിട്ട് ഗുഡ്സ് കളക്ട് ചെയ്യുന്ന ആളാണ് ഹോൾസെയിലർ. ഫ്രം ദ ഹോൾസെയിലർ ആണ് റീറ്റെയിലറിലേക്ക് പ്രോഡക്റ്റുകൾ ട്രാൻസ്ഫർ ആവുന്നത്. അപ്പോൾ യൂഷ്വലി ഹോൾസെയിലേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവര് ആ ഒരു ഗുഡ്സിന്റെ പ്രൈസ് അവരുടേതായ രീതിയിൽ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അവരുടെ സ്റ്റോറേജ് കോസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടായിരിക്കും നമ്മൾക്ക് റീറ്റെയിലേഴ്സിലേക്ക് ഈ ഹോൾസെയിലേഴ്സ് ഗുഡ്സ് കൊടുക്കുന്നത്. സോ ഇപ്പം ജനൌഷധി പോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ അങ്ങനെ ഒരു കൺസെപ്റ്റ് പറഞ്ഞുകൊണ്ടാണ്, അതായത് ഡയറക്ട്ലി ദേ ആർ പർച്ചേസിങ് ഫ്രം ദ മാനുഫാക്ചർ, ദേ ആർ നോട്ട് ഇൻവോൾവിങ് ഹോൾസെയിലർ. അപ്പൊ നമ്മളോട് ചോദ്യവും ഇത് തന്നെയാണ്, ഹോൾസെയിലറെ we are removing from this chain of distribution. ചെയിൻ ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് ഹോൾസെയിലർ എടുത്തു മാറ്റുന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ് ചോദ്യം. പ്രൊവൈഡ് സർവീസ് ടു പ്രൊഡ്യൂസേഴ്സ്, help in increasing the production, provide service to retailers, increase the price of the good. ഈ ലാസ്റ്റ് വൺ ആണ് ഉത്തരം. ഫൈനൽ പ്രോഡക്റ്റിന്റെ റേറ്റ് കൂടും. ഓക്കെ, സർവീസ് പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും സർവീസ് കൊടുക്കുന്നുണ്ട്. അവർ ആ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ, അത് അവിടെ വെയർ ഹൗസിങ്ങിന്റെ ഒരു ഹെൽപ്പിംഗ് ഒക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അവർ അവിടെ നിന്ന് സാധനങ്ങൾ എടുത്ത് മാറ്റി വെയർ ഹൗസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ റീറ്റെയിലേഴ്സിനും അതേപോലെ തന്നെ സർവീസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? അവരെ റിമൂവ് ചെയ്യുവാനുള്ള കാരണമായിരുന്നു ക്വസ്റ്റ്യൻ. സോ ഇറ്റ് ഈസ് ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ്. റീറ്റെയിലേഴ്സ് ആർ ദോസ് ഹു ഡീൽ ഇൻ. അപ്പം റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നതും
ഹോൾസെയിലേഴ്സ് പറയുന്നത് ഞാൻ പറഞ്ഞു, ഹോൾസെയിലേഴ്സ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആയിരിക്കും ഡീൽ ചെയ്യുന്നത്, എന്നാൽ റീറ്റെയിലേഴ്സ് ഒരു സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സിനെ ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സ്മോൾ ക്വാണ്ടിറ്റി, ലാർജ് ക്വാണ്ടിറ്റി, ബെറ്റർ ക്വാളിറ്റി ആൻഡ് ഓൾ ഓഫ് ദ അബവ്. സോ റീറ്റെയിലർ എന്നാണ് ചോദ്യം, അതുകൊണ്ട് ഇറ്റ് ഡീൽസ് വിത്ത് സ്മോൾ ക്വാണ്ടിറ്റി. വേറാസ് ഹോൾസെയിൽ ആണ് ചോദിച്ചിരുന്നെങ്കിലോ, ഹോൾസെയിൽ ഈസ് ലാർജ് ക്വാണ്ടിറ്റി, ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആണ് വരിക. Next one is see the question is here. Wholesalers are persons who are dealing with large quantity of goods. Better quality ഉണ്ട്, small quantity ഉണ്ട്, large quantity ഉണ്ട്, large variety ഉണ്ട്. സോ നമ്മളുടെ ഉത്തരം ഹോൾസെയിലേഴ്സ് എന്ന് പറയുന്നത് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. സപ്ലയേഴ്സ് ആർ സെലക്ടഡ് ഓൺ ദ ബേസിസ് ഓഫ്. ഇപ്പൊ നമുക്കറിയാം സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്നാണ് നമ്മൾ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നത്. സോ സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് വേണ്ടുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? കൊട്ടേഷൻ അനാലിസിസ്, പാസ്റ്റ് പെർഫോമൻസ്, ജഡ്ജ്മെന്റ് ഓഫ് സെലക്ഷൻ കമ്മിറ്റി, ഓൾ ഓഫ് ദി അബവ്. ഇതിനകത്ത് ഏത് ബേസിസ് വെച്ചിട്ടാണ് നമ്മൾ സപ്ലയേഴ്സിനെ തീരുമാനിക്കുന്നത്? ഫസ്റ്റ് വൺ കൊട്ടേഷൻ അനാലിസിസ്. രണ്ട്, നേരത്തെ അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, അവർ സമയത്ത് നമുക്ക് ഗുഡ്സ് ഡെലിവർ ചെയ്തിരുന്നു, സ്റ്റോക്ക് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത പോലെ റിക്വസ്റ്റ് ഫോം അതേപോലെ ഫോളോ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ എന്തൊക്കെയായിരുന്നു അവരുടെ നേരത്തെയുള്ള പെർഫോമൻസ്, അത് നോക്കിയിട്ടായിരിക്കും നമ്മൾ സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ ജനറിക് ബ്രാൻഡ് അല്ലെങ്കിൽ ജനറിക് കണ്ടന്റ് ഉള്ള ഒരു 5-6 ബ്രാൻഡ് നമ്മൾക്ക് ഡ്രഗ് അവൈലബിലിറ്റി ഉണ്ടായിരിക്കും. പക്ഷെ ഈ ഡ്രഗുകൾ തരുന്ന സപ്ലയേഴ്സിനെ നമ്മൾ നോക്കും. ഈ സപ്ലയേഴ്സിൽ ഒന്നിൽ കൂടുതൽ സപ്ലയേഴ്സ് എന്തായാലും ഉണ്ടാവും ഒരു ഏരിയയിൽ. ആ സപ്ലയറിൽ ആർക്കാണ് നല്ല ഒരു കൊട്ടേഷൻ തരാൻ പറ്റുന്നത്, നേരത്തെ നമ്മളുമായി ഡീൽ ചെയ്തിട്ടുള്ളതും നല്ല പെർഫോമൻസ് വന്നിട്ടുള്ളതും ആരാണ്, ആൻഡ് സെലക്ഷൻ കമ്മിറ്റിയുടെ ജഡ്ജ്മെന്റ് എന്താണ്, ഇത് ഇത്രയും നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും അനലൈസ് ചെയ്യും. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ അബവ്. Which of the following are objectives of purchasing? അപ്പൊ നമ്മൾ പറഞ്ഞു വാട്ട് ഇസ് പർച്ചേസിങ്. പർച്ചേസ് ഇസ് ആൻ ആക്ട് അല്ലെ, അവിടെ നമ്മൾ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഫോളോ ചെയ്യണം. റൈറ്റ് ടൈമില്, റൈറ്റ് കുറച്ച് പോയിന്റ്സ് ഇവിടെ മിസ്ഡ് ആണ്. റൈറ്റ് ടൈമില്, റൈറ്റ് ഫോം ഓഫ് ഡെലിവറി, ദെൻ ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ കുറച്ച് ആസ്പെക്റ്റുകൾ ഇവിടെ ഓപ്ഷനിലില്ല. പക്ഷെ അതുമൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഒബ്ജക്റ്റീവ് ഓഫ് പർച്ചേസിങ്ങിന്റെ ഭാഗമാണ്. ഓക്കെ, നമ്മൾ ക്ലിനിക്കൽ ഫാർമസി പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അല്ലെ, റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് ദ ഡ്രഗ് അറ്റ് ദ റൈറ്റ് ടൈം ഫോർ ദ റൈറ്റ് പേഷ്യന്റ് അറ്റ് ദ റൈറ്റ് ഡോസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഒരു റാഷണൽ യൂസ് ഓഫ് ഡ്രഗ് പഠിച്ചു. അതേപോലെ തന്നെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഓഫ് പർച്ചേസിംഗ് പറയുന്നത്. റൈറ്റ് ക്വാളിറ്റിയിൽ റൈറ്റ് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണം, റൈറ്റ് സോഴ്സ് നിന്ന് പർച്ചേസ് ചെയ്യണം, റൈറ്റ് ടൈമിൽ ഇത് ഡെലിവർ ചെയ്യണം, റൈറ്റ് ടൈമിൽ പർച്ചേസ് വേണം, ട്രാൻസ്പോർട്ടേഷൻ വേണം. ഓക്കെ, ആൻഡ് ലോട്ട്സ് ഓഫ് അതർ ഫാക്ടേഴ്സ് ഓൾസോ. സോ ഓപ്ഷൻ ഡി ആണ് പർച്ചേസിംഗിന്റെ ഒബ്ജക്റ്റീവ്. പർച്ചേസിംഗ് ഇന്റന്റ് ഈസ് ദാറ്റ്. സോ പർച്ചേസിംഗ് ഇന്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ്, പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ്, സാധനം ഗുഡ്സ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫോമാണ്, ഒരു ഇന്റന്റിനെയാണ് പർച്ചേസ് ഇന്റന്റ് എന്ന് പറയുന്നത്. അത് ഇന്റേണൽ ആണോ, എക്സ്റ്റേണൽ ആണോ, ലീഗൽ ആണോ എന്നാണ് ചോദ്യം. ഇറ്റ് ഇസ് എൻ ഇന്റേണൽ ഡോക്യുമെന്റ്. ഓക്കെ, ഇന്റേണൽ ഡോക്യുമെന്റ്. നെക്സ്റ്റ് ഈസ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1992 ആണോ, 1872 ആണോ, 1973 ആണോ, 1892 ആണോ? ഏതാണ് ഉത്തരം? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഓക്കെ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്നത് 1972. മറക്കരുത് കേട്ടോ. 1872. ഓപ്ഷനിൽ കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ട് 1972 ഉണ്ട്, അതേപോലെ തിരിച്ചു വിട്ടിട്ടുണ്ട് 1892 എന്നും ഓപ്ഷനിൽ കാണാം. പക്ഷെ കോൺട്രാക്ട് ആക്ട് പാസ്സായത് 1872. പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ഡിപ്പെൻസ് അപ്പോൺ. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രോഡക്റ്റ് നമുക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഓൾറെഡി ഒരു പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ഉണ്ടായിരിക്കും. ഈ റേറ്റ് വരുന്നത് റോ മെറ്റീരിയൽസ്, അതിൻ്റെ കളക്ഷൻ കോസ്റ്റ്, പാക്കേജിങ് കോസ്റ്റ്,
സ്റ്റോറേജ് കോസ്റ്റ്, അത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരും. അപ്പോൾ ചോദ്യം, ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്നാണ് ചോദ്യം. ഒന്ന് കോസ്റ്റ് ഓഫ് ദ ഗുഡ്സ്, ദെൻ ഗവൺമെന്റ് റെഗുലേഷൻസ്, ആ ഗുഡിന് മാർക്കറ്റിലുള്ള ഡിമാൻഡ്. ഇപ്പം നമുക്കറിയാം കോവിഡ് വന്ന സമയം ദർ ഇസ് എ ഹ്യൂജ് ഡിമാൻഡ് ഫോർ സാനിറ്റൈസേഴ്സ് അല്ലെ. അപ്പൊ എന്താണോ ആ ഒരു പർട്ടിക്കുലർ സിനാരിയോയില് ഡ്രഗിനുള്ള ഡിമാൻഡ്, അതാണ് നമ്മൾ ഡിമാൻഡ് ഫോർ ഗുഡ്സിനകത്ത് നോക്കുന്നത്. ആൻഡ് ഓൾ ഓഫ് ദ എബവ് ഇതെല്ലാം തന്നെയും എന്താണ്, ഒരു പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സോ ഓപ്ഷൻ ഡി. സെലക്ഷൻ ഓഫ് സൈറ്റ് ഓഫ് എ ഡ്രഗ് സ്റ്റോർ ഡിപ്പെൻഡ്സ് അപ്പോൺ. അപ്പൊ നമുക്കറിയാം സൈറ്റ് സെലക്ഷൻ DSBMനകത്ത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. ഡ്രഗ് സ്റ്റോർ തീരുമാനിക്കുന്ന സമയം സെലക്ഷൻ ഓഫ് സൈറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എവിടെയാണ് നമ്മൾ സൈറ്റ് ഇടേണ്ടത്, എങ്ങനത്തെ ഒരു ലൊക്കേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൈലബിലിറ്റി ഓഫ് ഫിനാൻസ് ഉണ്ടായിരിക്കണോ അവിടെ, വേണം അല്ലെ. ലൊക്കേഷന് ഫിനാൻസ് ഉണ്ടായിരിക്കണം. അതേപോലെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഒന്നും ആവാൻ പാടില്ല. ഒരു ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വേണം നമ്മൾ ഒരു ഡ്രഗ് സ്റ്റോർ ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ട്. ദെൻ ട്രാഫിക് സിഗ്നൽസിലൊന്നും കൊണ്ടുപോയിട്ട് ഫാർമസി ഇടാൻ പാടില്ല. ഈ ഹോസ്പിറ്റൽസ് അടുത്തുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കോമ്പറ്റീറ്റീവ് ആയിട്ട് വേറൊരു ഫാർമസി ഇല്ലെങ്കിൽ ഇട്ടാൽ ഉറപ്പായിട്ടും വിജയിക്കും. പക്ഷെ ഇപ്പോൾ ആ ഒരു ഫാർമസി സ്വന്തമായിട്ട് ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ അവിടുന്ന് വരുന്ന പ്രിസ്ക്രിപ്ഷന് വലിയൊരു കോമ്പറ്റീഷൻ ഇല്ല. ഒന്നിൽ കൂടുതൽ ഫാർമസീസ് ഓപ്പൺ ചെയ്താൽ പോലും വർക്കിംഗ് സുഖകരമാകും എന്നുള്ള ഫാർമസികളിൽ നമുക്ക് എന്തിടാം, നമുക്ക് ഡ്രഗ് സ്റ്റോർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മളുടെ ചോദ്യം സെലക്ഷൻ ഓഫ് സൈറ്റ് ഓഫ് എ ഡ്രഗ് സ്റ്റോർ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഫിനാൻസിന്റെ അവൈലബിലിറ്റി. ഇപ്പം എല്ലാ തരത്തിലും ഡ്രഗ് സ്റ്റോർ സ്വന്തം നമുക്ക് നമ്മുടെ കയ്യിൽ ഉള്ള പൈസ വെച്ചിട്ട് ഒരു ഡ്രഗ് സ്റ്റോർ ഇടുക എന്നുള്ളത് യൂഷ്വലി എല്ലാവർക്കും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷെ ഫിനാൻഷ്യലി സെക്യൂർഡ് ആണ്, സൗണ്ട് ആണ് എങ്കിൽ ഓൺ എമൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫാർമസി നമുക്ക് ഇടാം. പക്ഷെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ലെറ്റ് ഇറ്റ് ഫ്രം സംവെയർ. ഒരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു ലോൺ എടുത്തിട്ടായിരിക്കും നമ്മൾ ഫാർമസി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ആ ഒരു ലോൺ സാങ്ഷൻ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് സൈറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ആ ഒരു ഫിനാൻസ് കിട്ടാനായിട്ട്, ദെൻ എക്സിസ്റ്റൻസ് ഓഫ് എ ഹോസ്പിറ്റൽ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരിടത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട്, വലിയ രീതിയിൽ ഒരു സെയിൽ പുറത്തേക്ക് വരുന്നില്ല, എല്ലാം അവിടുത്തെ ഫാർമസിയിൽ തന്നെയാണ് പ്രിസ്ക്രിപ്ഷൻസ് പോകുന്നെങ്കിൽ പിന്നെയും നമ്മൾ പുറത്ത് കൊണ്ടുവന്നൊരു ഡ്രഗ് സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പം ഈ ഹോസ്പിറ്റൽസ് നിയർ ബൈ ഉണ്ടോ, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ സ്വന്തമായിട്ട് ഫാർമസി ഇല്ലേ, പുറത്തേക്ക് കൂടുതൽ ചീട്ടുകൾ വരുന്നുണ്ടോ, ഇങ്ങനത്തെ ഒരു ലോജിക്കൽ പരമായിട്ടുള്ള ഒരു തോട്ട് തീരുമാനിച്ചിട്ടാണ് സെലക്ഷൻ ഓഫ് സൈറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ആൻഡ് സേഫ്റ്റിയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ടേൺ ഇടാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ട്രാഫിക് സിഗ്നലിൻ്റെ അവിടെ ഫാർമസി സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ള ഒരു ബേസിക് സേഫ്റ്റി, അതൊക്കെയാണ് നോക്കേണ്ടത്. സോ സെലക്ഷൻ ഓഫ് സൈറ്റ് ഇസ് ഡിപ്പെൻഡിങ് അപ്പോൺ all of the above. Then alpha numerical codification. So codification എന്താ, കോഡിഫിക്കേഷൻ ഒന്നെങ്കിൽ കോഡ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്പർ യൂസ് ചെയ്തിട്ടോ ഒക്കെ നമ്മൾ സാധനങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാറ്റേൺ അല്ലെങ്കിൽ മെത്തേഡാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ ആയിട്ട് നമ്മുടെ സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബാർകോഡ് സ്കാൻ ചെയ്യും അല്ലെ. സോ അതിനാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഫാർമസീസിലും അത് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. സോ ആൽഫ ന്യൂമറിക്കൽ ഒന്നെങ്കിൽ ഒരു ആൽഫബറ്റോ അല്ലെങ്കിൽ ഒരു നമ്പറോ യൂസ് ചെയ്തിട്ട് നമ്മൾ കോഡിഫിക്കേഷൻ ചെയ്യുന്നതിന് ആൽഫ ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ലാർജ് സ്കെയിലാണോ, സ്മോൾ സ്കെയിലാണോ, മീഡിയം സ്കെയിലാണോ, ഓൾ ഓഫ് ദി അബവ് ആണോ? ആൻസർ എന്താണ്? ആൽഫ ന്യൂമറിക്കൽ കോഡിങ് ചെയ്തതിന് ലാർജ് സ്കെയിലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓപ്ഷൻ എ. കോഡിഫിക്കേഷൻ ഹെൽപ്പിന്, അപ്പൊ ഞാൻ പറഞ്ഞു കോഡ് യൂസ് ചെയ്തിട്ട് സാധനങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, അതാണ് കോഡിഫിക്കേഷൻ. സോ എന്താണ് കോഡിഫിക്കേഷന്റെ യൂസ്? ഒന്ന്, സ്റ്റോറിലുള്ള ഐറ്റംസിനെ ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്, അവരുടെ റിഡക്ഷൻ, വെറൈറ്റി റിഡക്ഷന് സഹായിക്കും. ദെൻ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഡ്രഗ്സ്, all of the above. Answer is option D, all of the above. കോഡിഫിക്കേഷൻ ഡ്രഗ് സ്റ്റോറിൽ എത്ര സ്റ്റോറേജ് ഉണ്ട്, എത്ര വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ട്, ആരാണ് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതൊക്കെ മനസ്സിലാകുന്നത് കോഡിഫിക്കേഷൻ ഉള്ളതുകൊണ്ടാണ്. The layout of a drug store is according to, അപ്പം ഒരു ഡ്രഗ് സ്റ്റോറിന് ഒരു പർട്ടിക്കുലർ ലേ ഔട്ട് ഉണ്ട് അല്ലെ. It should have a working table, it should have wooden racks, then glass top racks, it should have a വിൻഡോ ഡിസ്പ്ലേ, അങ്ങനെ കുറെ ഏരിയ ഉണ്ടാവണം. ഒരു എൻട്രൻസ് ഉണ്ടായിരിക്കണം. ഇതിന്റെ ബാക്കിലായിട്ടൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കണം.
സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കണം, സ്റ്റാഫിന് ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു യൂഷ്വൽ ഒരു ലേ ഔട്ട് സ്ട്രക്ചർ ഉണ്ട്. സോ ഒരു ഡ്രഗ് സ്റ്റോറിൽ ലേ ഔട്ട് എന്ന് പറയുന്നത് അവിടുത്തെ ഫാർമേഴ്സിന്റെ കൺവീനിയൻസ് ആണോ, അവിടെയുള്ള സ്പെസിഫിക്കേഷൻ ഓഫ് വാല്യൂസ് ഇൻ ഷെഡ്യൂൾ എൻ ആണോ, അവൈലബിലിറ്റി ഓഫ് സ്പേസ് ആണോ, ഓൾ ഓഫ് ദ എബവ് ആണോ? സോ ഒരു ലേ ഔട്ട്, ഒരു ഡ്രഗ് സ്റ്റോറിന്റെ ലേ ഔട്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. അക്കോർഡിംഗ് ടു ഷെഡ്യൂൾ എൻ പ്രകാരമായിരിക്കും തീരുമാനിക്കുന്നത്. ഷെഡ്യൂൾ എൻ എന്താണ്? It is the standard for number of equipments in a premises. Okay. ഒരു പ്രിമിസസിൽ വേണ്ടുന്ന എക്യുപ്മെന്റ്സിന്റെ ഒരു മിനിമം നമ്പറിനെ പറ്റി പറയുന്ന അതിന്റെ സ്റ്റാൻഡേർഡ് തരുന്ന ഒരു ഷെഡ്യൂളാണ് ഷെഡ്യൂൾ എൻ. Selection of the site is a significant decision, insignificant decision, irrelevant decision, immaterial factor. So നമ്മളൊരു ഡ്രഗ് സ്റ്റോർ ഇടാൻ വേണ്ടി ഒരു സ്ഥലം തീരുമാനിക്കുകയാണെന്നിരിക്കട്ടെ, അതിന്റെ സ്ഥലം ഏറ്റവും അനുയോജ്യമാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലൊരു സെയിൽ നടക്കുള്ളൂ. സോ സെലക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രിസ്ക്രൈബർ ഉണ്ട് അടുത്ത്, സോ അവിടെ ഒരു ഫാർമസിയിൽ അത് വിജയിക്കാൻ നമുക്ക് ഊഹിക്കാം. പക്ഷെ ഇപ്പം നമ്മൾ കുറേ കണ്ടീഷൻസ് പറഞ്ഞു അല്ലെ, ചില സ്ഥലങ്ങളിൽ നമ്മൾ ഫാർമസി ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള സക്സസ്ഫുൾ റേറ്റ് വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഡ്രഗ് സ്റ്റോറിന്റെ സൈറ്റ് എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷനാണ്. സ്ക്രാപ്പ് ആൻഡ് സർപ്ലസ് ഡിസ്പോസൽ ഹെൽപ്സ് ടു റെഡ്യൂസ് ഇൻവെസ്റ്റ്മെന്റ്, റിലീസ് സർപ്ലസ് ഫണ്ട്സ്, മേക്ക് അവൈലബിൾ സ്പേസ്, ഓൾ ഓഫ് ദ എബവ്. അപ്പൊ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആക്രി എന്നൊക്കെ പറയുമല്ലോ, അതിപ്പോ ചിലപ്പം നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മോൾഡ് ആയിരിക്കാം. ആ മോൾഡ് അടുത്ത പ്രാവശ്യം പുതിയ ഒരു പാറ്റേൺ വന്നപ്പോൾ ആ പഴയ മോൾഡ് മോശമായി പോയി, അതെന്താണ്? സ്ക്രാപ്പാണ്. അതേപോലെ ഇഫ് നോട്ട്ലി ദാറ്റ്, ഇഫ് ഒരു എന്താ പറയാ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ക്രാപ്പ് ഉണ്ട്. ലെജിറ്റിമേറ്റ്, ഇന്റിമേറ്റ് എന്നൊക്കെ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ക്രാപ്സ് ഉണ്ട്. സോ ഈ സ്ക്രാപ്പുകളകത്ത് തന്നെ ഇപ്പൊ നമ്മൾ ഗ്രാനുവൽസ്, ടാബ്ലറ്റ് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ടാബ്ലറ്റ് പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ബാക്കിയുള്ള ഗ്രാനുവൽസ് എല്ലാം എന്താണ്? ഇറ്റ് വിൽ ബിക്കം സ്ക്രാപ്പ്. ഓക്കെ. അതേപോലെ സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് ദാറ്റ് പർട്ടിക്കുലർ ഓർഗനൈസേഷന് നോ ലോങ്ങർ യൂസ് ഉള്ളതിനെയാണ് നമ്മൾ ആ പർട്ടിക്കുലർ ഓർഗനൈസേഷന് ഇനി അവിടെ ഈ ഒരു സാധനം കൊണ്ട് ഒരു ആവശ്യവും ഇല്ലെങ്കിൽ അത്തരക്കാരെ നമ്മൾ വിളിക്കുന്നതാണ് സർപ്ലസ്. അപ്പൊ ഈ പറയുന്ന സ്ക്രാപ്പും സർപ്ലസും നശിപ്പിച്ച് കളഞ്ഞാൽ, ഡിസ്പോസ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്താണ് യൂസ് എന്നാണ് ചോദ്യം. ഇൻവെസ്റ്റ്മെന്റ് കുറയുവോ, സർപ്ലസ് ഫണ്ട് കുറയുവോ, അവൈലബിൾ സ്പേസ് കുറയുവോ, ഓൾ ഓഫ് ദ എബവ്? ഏതാണ് ഉത്തരം? എല്ലാം അതിന് ഉത്തരങ്ങൾ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം അല്ലെ. ഇൻവെസ്റ്റ്മെന്റ് കുറയും, കുറെ അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങി പൈസ കളയേണ്ട ആവശ്യമില്ല. ഈ സ്ക്രാപ്പ് വിൽക്കുന്ന സമയം അതിനകത്ത് ഒരു ചെറിയ എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. സോ ഇറ്റ് വിൽ റെഡ്യൂസ് ദ ഇൻവെസ്റ്റ്മെന്റ്. ദെൻ സർപ്ലസ് ഫണ്ട് കിട്ടും അല്ലെ. അതേപോലെ നമുക്ക് അത് മാറുമ്പോൾ തന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സ്പേസും കിട്ടും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്പ് ടു കൺട്രോൾ എക്സസീവ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻവെന്ററീസ്? അപ്പം നമുക്കറിയാം ഇൻവെന്ററീസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് എന്റർപ്രൈസിനെ സംബന്ധിച്ച് അസറ്റ് ആണ് അല്ലെ. ഒരു ബിസിനസ് എന്റർപ്രൈസിന്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടി അതിന് വേണ്ടുന്ന അതിന്റെ അസറ്റിനെയാണ് നമ്മൾ ഇൻവെന്ററി എന്ന് വിളിക്കുക. സോ ഇൻവെന്ററീസില് എക്സസീവ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് വരാതിരിക്കാനായിട്ട് നമ്മൾ അതിന് എങ്ങനെ സ്റ്റോക്ക് ചെയ്യണം എന്നാ പറയുന്നത്. സോ ഇൻവെന്ററീസിനെ മിനിമം, മാക്സിമം, റീ ഓർഡർ, ആവറേജ് സ്റ്റോക്ക്, അങ്ങനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. മാക്സിമം സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാക്സിമം സ്റ്റോക്കത്തിനപ്പുറം ഇതിന്റെ മുകളിലേക്ക് ഒരു പോയിന്റ് ഇല്ല. മാക്സിമം സ്റ്റോക്കിന്റെ മുകളിലേക്ക് നമ്മൾ ഡ്രഗ് എന്ത് ചെയ്യാൻ പാടില്ല? സ്റ്റോക്ക് ചെയ്യാനും പാടില്ല, ഓർഡർ ചെയ്ത് കൊടുക്കാനും പാടില്ല. ദിസ് ഇസ് മിനിമം. മിനിമം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് വരെ. ഇവിടെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഗോ ഫോർ റീ ഓർഡറിങ്. ഓക്കെ, നമ്മൾ റീ ഓർഡർ ചെയ്യാനായിട്ട് പോകണം. മിനിമം സ്റ്റോക്കിന്റെ അവിടെ എത്തി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റീ ഓർഡർ ചെയ്ത് പുതുതായിട്ട് സാധനങ്ങൾ വരുത്തിക്കണം. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്പ് ടു കൺട്രോൾ എക്സസീവ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് കൂടുതലായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എക്സസീവ് ആയിട്ട് ഇൻവെന്ററീസ് വാങ്ങണ്ട എന്നുള്ളത് അത് ഏത് ലെവലിലാണ്? അപ്പൊ നമ്മൾ പറഞ്ഞു മാക്സിമം സ്റ്റോക്ക് അതുവരെ സ്റ്റോക്ക് ചെയ്താൽ മതി, അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ആസ് മാക്സിമം സ്റ്റോക്ക്.
വാട്ട് ഇസ് മിനിമം? അതിന്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് സെയിൽ ചെയ്യാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു ബഫർ സ്റ്റോക്ക് റീഓർഡറിംഗ് ലെവൽ ഉണ്ട്. ഈ റീഓർഡർ ലെവൽ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഇതിനെ റീസ്റ്റോക്ക് ചെയ്യും. Next question. Which of the following level of material cautious against stock out? Okay. So ചോദ്യം എന്താണ്? Which of the following level of material, ഇത് ഒരു ഒറ്റ വേർഡ് അല്ല കേട്ടോ, മെറ്റീരിയലും കോഷ്യൻസും രണ്ടും കോഷൻ ആൻഡ് മെറ്റീരിയൽ രണ്ട് വേർഡാണ്. സോ മെറ്റീരിയൽ കോഷൻ എഗെയിൻസ്റ്റ് സ്റ്റോക്ക് ഔട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു മാക്സിമം ലെവലുണ്ട്, മിനിമം ലെവൽ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? മാക്സിമം ലെവലും മിനിമം ലെവലും. മാക്സിമം ലെവലിലേക്ക് അപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാറില്ല? സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വെക്കാറില്ല. മിനിമം ലെവലിൽ താഴേക്ക് പോകാനും പാടില്ല. മിനിമം ലെവൽ ആകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? റീഓർഡർ ചെയ്ത് സ്റ്റോക്ക് റീപ്ലനിഷ് ചെയ്ത് വെക്കണം. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെവൽ ഓഫ് മെറ്റീരിയൽ കോഷൻസ് എഗെയിൻസ്റ്റ് സ്റ്റോക്ക് ഔട്ട്? അപ്പം സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരാതിരിക്കാനായിട്ട് നമ്മൾ ഏത് കോഷൻ ആണ്, ഏത് ലെവലാണ് തീരുമാനിക്കുന്നതെന്നാണ് ചോദ്യം. റീ ഓർഡറിംഗ് ലെവലാണോ, മിനിമം ലെവലാണോ, മാക്സിമം ലെവലാണോ, ആവറേജ് സ്റ്റോക്ക് ലെവലാണോ? സോ മെറ്റീരിയൽ കോഷൻസ് എന്ന് പറയുന്നത് മിനിമം ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ മിനിമം ലെവലിൽ കഴിഞ്ഞു താഴേക്ക് പോയാൽ അത് സ്റ്റോക്ക് ഔട്ടിലേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ EOQ എന്ന് പറഞ്ഞാൽ എന്താണ്? EOQ പൊതുവെ നമ്മൾക്ക് സഹായിക്കുന്നത് എത്ര കോസ്റ്റ് കുറച്ച് ഒരു സാധനം നമുക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ടാണ്. ഓക്കെ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, എക്കണോമിക് ആയിട്ട് ഒരു ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഗുഡ്സ് എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നാണ് EOQ പറഞ്ഞു തരുന്നത്. സോ അവിടെ ഈ ഒരു കോസ്റ്റിനെ മിനിമൈസ് ചെയ്യാനായിട്ട്, ഓക്കെ, സോ ആ ഒരു കോസ്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മിനിമം കോസ്റ്റിൽ എങ്ങനെ പർച്ചേസ് ചെയ്യണം എന്ന് മനസ്സിലാക്കാനായിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. അവിടെയുള്ള ക്യാരിയിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും മിനിമത്തിൽ വെച്ചാൽ മതി. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായോ എന്നറിയില്ല, ഒന്നുകൂടെ പറയാം. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എക്കണോമിക് ആയിട്ട് ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് എങ്ങനെ ഓർഡർ ചെയ്യാം എന്നുള്ളതാണ് ആ ഒരു ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്ക് നമുക്ക് പറഞ്ഞു തരുന്നത്. സോ EOQവിനകത്ത് ഏറ്റവും ഇഫക്റ്റീവായിട്ട് കോസ്റ്റ് കുറച്ച് ഇത്ര ക്വാണ്ടിറ്റി, കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് സാധനം വാങ്ങാം, എങ്ങനെ വാങ്ങാം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്താൽ മതി. ഇൻവെന്ററി കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും, അത് ക്യാരിയിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും മിനിമത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട കോസ്റ്റും കുറവായിരിക്കും. വി കൻ ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് എമൗണ്ട്, എത്ര ക്വാണ്ടിറ്റി വാങ്ങണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ചെയ്യേണ്ടത് ഇതിനെയും ക്യാരിയിങ് കോസ്റ്റിനെയും മിനിമത്തിൽ വെക്കുക, അതേപോലെ ഓർഡറിങ് കോസ്റ്റ് നമ്മൾ മിനിമത്തിൽ വെക്കുക. ക്ലിയർ ആയോ? സോ ഓപ്ഷൻ സി ആണ് ഉത്തരം, ബോത്ത് എ ആൻഡ് ബോത്ത് ബി. സോ ക്യാരിയിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും മിനിമത്തിൽ വെച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? EOQ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എയിംസ് അറ്റ് മിനിമൈസിങ് ക്യാരിയിങ് കോസ്റ്റ് ആൻഡ് ഓർഡറിങ് കോസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, VED അനാലിസിസ് ഇസ് യൂസ്ഫുൾ. സോ V എന്താണ്, E എന്താണ്, D എന്താണ്? V ഈസ് വൈറ്റൽ, E ഈസ് essential, D is desirable. Okay, so this is VED. So VED analysis യൂസ് ചെയ്തിട്ട് നമുക്കിനകത്ത് ഏത് സാധനത്തിലാണ്, റോ മെറ്റീരിയൽ ആണോ, ഫിനിഷ്ഡ് ഗുഡിലാണോ, വർക്ക് ഇൻ പ്രോഗ്രസ്സിലാണോ, സ്പെയർ പാർട്സിലാണോ, എവിടെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ഉള്ളത് വെച്ചാൽ ഓപ്ഷൻ ഡി ആണ്, സ്പെയർ പാർട്സിലാണ്. സ്പെയർ പാർട്സിന്റെ പർച്ചേസിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്പെയർ പാർട്സ് മെയിൻ്റനൻസിന് ആയിക്കോട്ടെ ഒക്കെ VED ആണ് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെയാണ് വൈറ്റൽ, വളരെ പ്രധാനപ്പെട്ടത്. വൈറ്റൽ സാധനങ്ങൾ ഇല്ലാണ്ട് നമ്മളുടെ ഒരു ബിസിനസ് മുമ്പോട്ട് പോവുകയില്ല. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ, ഇല്ലെങ്കിൽ എന്താ പറയാ, അത് എഫക്ട് ചെയ്യാം. ഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ നല്ലത്, അത്തരം പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ ബിസിനസ് സ്മൂത്ത് ആയിട്ട് പോകും, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് ABC അനാലിസിസ്. സോ ദിസ് ഈസ് ദ ഫുൾ ഫോം. A എന്ന് പറഞ്ഞാൽ ഓൾവേസ്, B എന്ന് പറഞ്ഞാൽ ബെറ്റർ ആൻഡ് C ഈസ് കൺട്രോൾ. സോ ഓൾവേസ് ബെറ്റർ കൺട്രോൾ എന്നാണ് പറയുന്നത്. ABC അനാലിസിസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്?
യൂണിറ്റ് പ്രൈസ് മെറ്റീരിയൽ ആണോ, കൺസപ്ഷൻ വാല്യൂ ഓഫ് മെറ്റീരിയൽ ആണോ, സ്റ്റോറേജ് വാല്യൂ ഓഫ് മെറ്റീരിയൽ ആണോ, ഓൾ ഓഫ് ദ എബവ് ആണോ? അപ്പൊ നമ്മള് എ ഐറ്റം, ബി ഐറ്റം, സി ഐറ്റം എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എ ഐറ്റം ആണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റം, ബി ഐറ്റം ഒരു മോഡറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരെണ്ണമാണ്, സി ഈസ് ചീപ്പ് ഐറ്റംസ്. ഓക്കെ, സോ ഒരു ഇൻവെന്ററി എടുത്തു കഴിഞ്ഞാൽ എ ഐറ്റം എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ബഡ്ജറ്റിന്റെ പകുതിയോളം എയിലേക്ക് പോകും. എന്നാൽ സാധനങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് 30% ആണ് അവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻവെന്ററി എങ്കിൽ 70% ബഡ്ജറ്റിന്റെ എങ്ങോട്ട് പോകും? എ ഐറ്റത്തിലേക്ക് പോകും. അതേപോലെ സി ഐറ്റത്തിന്റെ കേസ് എടുത്താൽ പ്രോഡക്റ്റ് ഒരുപാട് ഉണ്ടാവും, പക്ഷെ അല്ലെങ്കിൽ സ്റ്റോക്കിംഗ് ഒരുപാട് ഉണ്ടാവും, പക്ഷെ നമ്മുടെ റേറ്റ് ഫിനാൻഷ്യൽ ബഡ്ജറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചീപ്പ് ഐറ്റത്തിൽ വളരെ കുറവായിരിക്കും. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കൺസപ്ഷൻ വാല്യൂ ഓഫ് മെറ്റീരിയലിനെ ആണോ എ ബി സി അനാലിസിസ് ബേസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതെ. എ ബി സി എന്ന് പറഞ്ഞാൽ കൺസ്യൂം ചെയ്യുന്നത് അനുസരിച്ചിട്ടായിരിക്കും മെറ്റീരിയൽസിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, എ ഐറ്റം, ബി ഐറ്റം, സി ഐറ്റം. എ എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും, ബി മോഡറേറ്റ് അനുസരിച്ചായിരിക്കും, സി ചീപ്പ് ആയിരിക്കും. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ഇവിടെ പറഞ്ഞു 30% ഓഫ് ദ ടോട്ടൽ സ്റ്റോക്കിംഗ്. ഓക്കെ, ഇവിടെ 70% ഓഫ് സ്റ്റോക്കിംഗ് ഉണ്ടാവും, 30% ബഡ്ജറ്റിന്റെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് ഇൻവെന്ററി? ഇൻവെന്ററി ഈസ് ആൻ അസെറ്റ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇൻവെന്ററി ഒരു അസെറ്റ് ആണ്. ഫോർ സ്മൂത്ത് റണ്ണിങ് ഓഫ് എ ബിസിനസ് എന്റർപ്രൈസസ് ഇൻവെന്ററി ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ കൺട്രോൾഡ് ആയിട്ട് എന്താ പറയാ പ്രാക്ടിക്കലായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സോ ഇൻവെന്ററിയുടെ യൂസ് എന്താണ്? ഇറ്റ് ഹാസ് സിഗ്നിഫിക്കന്റ് പാർട്ട് ഓഫ് കോസ്റ്റ്, ഇറ്റ് ഹാസ് നെഗ്ലിജിബിൾ പാർട്ട് ഓഫ് കോസ്റ്റ്, ഇഗ്നോറബിൾ പാർട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് ഓൾ ഓഫ് ദ എബവ്. അപ്പം ഇൻവെന്ററി എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കന്റ് പാർട്ടാണ്. എസ്പെഷ്യലി കോസ്റ്റിന്റെ കേസ് വരുമ്പോൾ ഒരു സിഗ്നിഫിക്കന്റ് പാർട്ടായിട്ട് വരും ഇൻവെന്ററി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൂൾഡ് കമ്മീഷൻ മെത്തേഡ്. സോ അപ്പം ആ വേർഡ് എന്താന്ന് മനസ്സിലാക്കുക. പൂൾഡ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി മാനുഫാക്ചറേഴ്സ് കൈക്കൊള്ളുന്ന ഒരു മെത്തേഡാണ്. അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് എമൗണ്ട് അവർ ഈ പൂൾഡ് കമ്മീഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കും. പൂൾഡ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പൂളായിട്ട് കുറച്ച് എമൗണ്ട് മാറ്റിവെക്കും. ഇതിൽ നമുക്ക് കേൾക്കാം, ഫോർ എക്സാമ്പിൾ ഭയങ്കര വർക്ക് പ്രഷർ ആണ്, ഈ എന്താ പറയാ കമ്പനി ബേസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഭയങ്കര പ്രഷറാണ്, ടാർജറ്റ് എത്തിക്കണം എന്നൊക്കെ ഉള്ള വേർഡ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ പൂൾഡ് കമ്മീഷൻ മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ടാർജറ്റ് അച്ചീവ് ചെയ്യേണ്ട ഒരു സംഭവം വരുന്നത്. ഇവിടെ മാനുഫാക്ചറേഴ്സ് ഒരു പൂള് ക്രിയേറ്റ് ചെയ്യും. അതായത് കുറച്ച് എമൗണ്ട് ഓഫ് മണി അവരെന്ത് ചെയ്യും? ഒരു പൂളായിട്ട് വെക്കും. എന്നിട്ട് അവരുടെ സെയിൽസ് പേഴ്സൺസിന് അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫിന് അവരെന്ത് ചെയ്യും? ടാർജറ്റ് കൊടുക്കും. അതായത് ഈ ടാർജറ്റ് അച്ചീവ് ചെയ്യുന്നത് എത്ര പേരാണോ അവർക്ക് ഈ മണിയുടെ ഒരു ഭാഗം കിട്ടും എന്നുള്ളത് അവരോട് പറയുന്നു. ഈ ഒരു ടെക്നിക്കാണ് നമ്മൾ പൂൾഡ് കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൂൾഡ് കമ്മീഷൻ മെത്തേഡ് എവിടെയാണ് സ്യൂട്ടബിൾ എന്നാണ് ചോദ്യം. വേരിയേഷൻ ഇൻ ഡിമാൻഡ് ഓഫ് ഡിഫറെന്റ് ടെറിട്ടറീസ്, ഗ്രൂപ്പ് ടാസ്ക് ഇൻവോൾവ്, ബോത്ത് എ ആൻഡ് ബി ആൻഡ് നൺ. സോ ഞാൻ പറഞ്ഞു പൂൾഡ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാർജറ്റ് അച്ചീവ് ചെയ്യുന്ന ആൾക്ക് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മണിയുടെ ഒരു പാർട്ട് കിട്ടുമെന്ന് പറയുന്നു. സോ ദാറ്റ് ഇവർ കുറച്ചും കൂടെ എന്ത് ചെയ്യും? ഇപ്പം ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ ആ ഗ്രൂപ്പ് ടാസ്ക് ഒക്കെ അവരെ ഒരുമിച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും ഈ നെയിമിങ് ദിസ് മണി. അതേപോലെ ഈവൻ ദോ ടെറിട്ടറീസിലൊക്കെ ഡിമാൻഡ് കുറവാണെങ്കിൽ പോലും ആ വേരിയേഷനെയൊക്കെ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ സെയിൽസ് പേഴ്സൺസ് സെയിൽസ്മാൻഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും? അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. സോ വേരിയേഷൻ ഡിമാൻഡും അച്ചീവ് ചെയ്യാം, ഗ്രൂപ്പ് ടാസ്കിലും പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. സോ ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ മീഡിയം ഓഫ് അഡ്വർടൈസ്മെന്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഇലിറ്ററേറ്റ് പേഴ്സൺസ്? അതായത് ഇപ്പം എഴുതാനും വായിക്കാനും ഇപ്പം നമ്മളുടെ നാട്ടിൽ വളരെ കുറവാണ് ഇലിറ്ററേറ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ. പക്ഷെ നോർത്തേൺ സ്റ്റേറ്റ്സിലൊക്കെ ഇപ്പോഴും ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്കൊരു സന്ദേശം കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന പ്രോഡക്റ്റിന്റെ യൂസ് ഇന്നതാണ്, അങ്ങനെയുള്ള ഒരു നിർദ്ദേശം കൊടുക്കണമെങ്കിൽ അത് ഏത് മീഡിയ ചൂസ് ചെയ്യണം? ന്യൂസ് പേപ്പർ. അവർക്ക് വായിക്കാൻ അറിയില്ല, ദേ ആർ ഇലിറ്ററേറ്റ്. സോ ന്യൂസ് പേപ്പർ യൂസ് ആവോ? ഇല്ല.
മാഗസിൻസ് ഇസ് ഓൾസോ ഹാവിങ് പിക്ചേഴ്സ്, പക്ഷെ റിട്ടേൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് ഒരു ഡേറ്റ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഓഡിയോ വിഷ്വൽ, നമ്മൾ ഇപ്പോൾ കാണുന്ന സാധാരണമായിട്ട് കാണുന്ന പരസ്യങ്ങള്, ഹ്രസ്വ ചിത്രങ്ങളൊക്കെ എന്താണ്, ദെൻ ഓഡിയോ വിഷ്വൽസ്. ഓഡിയോ വിഷ്വൽസ് ആയിരിക്കും കുറച്ചും കൂടെ ഒരു അഡ്വർടൈസ്മെന്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മീഡിയം ഫോർ ഇലിറ്ററേറ്റ് പേഴ്സൺസ്. Next question, which of the following medium of advertisement has longest life? So advertisement എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലോങ് ടേമിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഈ ഒരു സോഴ്സിൽ നിന്നൊക്കെ ഇത് മിസ് ഔട്ട് ആവും. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ റേഡിയോയിൽ നിങ്ങൾ അഡ്വർടൈസ്മെന്റ് കൊടുത്തു വന്നിരിക്കട്ടെ, എത്ര നാൾ റേഡിയോയിൽ അത് റിപ്പീറ്റ് ചെയ്യും? ഫോർ ദ എമൗണ്ട് യു പെയ്ഡ് അല്ലെ. അതേപോലെ ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, മാഗസിൻ ആയിക്കോട്ടെ, ഇതിനകത്തൊക്കെ അഡ്വർടൈസ്മെന്റ്സ് വരും. ടെലിവിഷനിലാണെങ്കിലും എമൗണ്ട് പേ ചെയ്യുന്നത് 2 weeks 1 year അങ്ങനെ എത്രയാണോ പേ ചെയ്യുന്നത് അതനുസരിച്ചിട്ടായിരിക്കും ടെലിവിഷനിൽ ഒരു ആഡ് പബ്ലിഷ്ഡ് ആവുന്നത്. ന്യൂസ് പേപ്പേഴ്സിലാണെങ്കിലോ പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു ദിവസം ഒരു വൈഡ് റേഞ്ച് ഓഫ് ആൾക്കാരിലെത്തും, പിന്നീട് ആളുകളിലേക്ക് എത്തുന്നത് പോലും കുറവായിരിക്കും. അത് മാത്രമല്ല ലൈഫ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിന് ഒട്ടും ലൈഫ് ഇല്ല അല്ലെ. സോ അങ്ങനെ നോക്കുമ്പോൾ മാഗസിൻ ആണ് ഉത്തരം. Option B is the answer. Radio, magazine, newspaper and television. Option B, magazine is the answer. Next one, salesmanship persuades people personally, impersonally, both A and B and none. അപ്പം എന്താണ് salesmanship? Salesperson, okay, കൺസ്യൂമറുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ഉള്ള ഒരാളാണ് ഒരു കടയിലെ സെയിൽസ് പേഴ്സൺ. മനസ്സിലായോ? അതായത് നമ്മൾ പറഞ്ഞ മാനുഫാക്ചറർ ഹോൾസെയിലർ അടുത്തെത്തുന്നു, ഹോൾസെയിലർ റീറ്റെയിലർ അടുത്തെത്തുന്നു, ഈ റീറ്റെയിലുള്ള ആളാണ് സെയിൽസ് പേഴ്സൺ. സോ സെയിൽസ് പേഴ്സൺ അയാളുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു, അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അവരുടെ ഒപ്പീനിയൻസ് എന്താണ്, എല്ലാം അറിയാൻ പറ്റുന്ന ആളാണ് സെയിൽസ്മാൻ. സോ സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്ന ആളുകളെ പേഴ്സണലി ഇംപ്രസ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒപ്പീനിയൻസ് എടുക്കാനും ഒക്കെ പറ്റുന്ന ആളാണ്. സോ ഓപ്ഷൻ എ ആണ്, സെയിൽസ്മാൻ ക്യാൻ persuade people personally. Which of the data reliable of market research is more? അപ്പം മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കാം. മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കി, മാർക്കറ്റിന് ഉള്ള കസ്റ്റമേഴ്സിന്, കൺസ്യൂമേഴ്സിന് അതിനോടുള്ള റെസ്പോൺസ് എന്താണ് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് മാർക്കറ്റ് റിസർച്ച്. രണ്ട് രീതിയിൽ, രണ്ട് ഡിഫറെന്റ് സോഴ്സ് ആയിട്ട് എടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് പ്രൈമറി സോഴ്സ് എടുക്കാം, അല്ലെങ്കിൽ സെക്കൻഡറി സോഴ്സ് എടുക്കാം. പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ. പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ സെയിൽസ്മാനോട് ചോദിക്കുക, അല്ലെങ്കിൽ റീറ്റെയിലറോട് ചോദിക്കുക, ഏറ്റവും നിയർ ബൈ ആയിട്ട് നമുക്ക് അപ്രൂവൽ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു റിവ്യൂ കിട്ടുന്ന അടുത്തുനിന്ന് കിട്ടുന്ന ഡേറ്റയാണ് പ്രൈമറി ഡേറ്റ. സെക്കൻഡറി എന്ന് പറയുന്നത് ജേർണൽ വഴിയോ ക്വസ്റ്റ്യനെയർ വഴിയോ ഒക്കെ ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് അപ്രോച്ചിങ്ങിൽ വഴി കിട്ടുന്നതാണ് സെക്കൻഡറി ഡേറ്റ. നമ്മൾ മെയിൽ അയച്ച് ചോദിക്കാം, അതൊക്കെ സെക്കൻഡറി ഡേറ്റയാണ്. ഓക്കെ, സോ ഓപ്ഷൻ എ is the answer. Which of the data reliable of market research? നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വേർഡ് അവിടെ ഉണ്ട് അല്ലെ, റിലയബിൾ ഓഫ് മാർക്കറ്റ് റിസർച്ച്. അപ്പൊ മാർക്കറ്റ് റിസർച്ചിൽ വേണമെങ്കിൽ നമ്മൾ കേൾപ്പിക്കുന്ന ആൾക്ക് ഒരു കള്ളത്തരം കാണിക്കാം അല്ലെ, അയാൾക്ക് എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരു വർക്ക് നമുക്ക് തരാം, ഇത്ര ആൾക്കാർക്ക് ഇറ്റ്സ് ഓക്കെ, ഇത്ര ആൾക്കാർക്ക് അത് അങ്ങനെയല്ല എന്നൊക്കെ ഒരു റേഷ്യോ തരാം. പക്ഷെ എപ്പോഴാണ് മാർക്കറ്റ് റിലയബിൾ ആകുന്നത്, മാർക്കറ്റ് റിസർച്ച് റിലയബിൾ ആകുന്നതെന്ന് ചോദിച്ചാൽ ഡയറക്ട്ലി കൺസ്യൂമേഴ്സിനടുത്ത് നമ്മൾ ഒപ്പീനിയൻ സീക്ക് ചെയ്യുമ്പോഴാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാർക്കറ്റിംഗ് റിസർച്ച് ഹെൽപ്പ് ഇൻ discovering new market, improving the quality of good, minimizing marketing cost and discovering new lines of products and all of the above. അപ്പോൾ മാർക്കറ്റ് റിസർച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? ഒന്ന്, പുതിയ സാധ്യതകളെ മനസ്സിലാക്കാൻ പറ്റും അല്ലെ, ആളുകളുടെ ഇപ്പോഴത്തെ പുതിയ ഇൻട്രസ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ഗുഡ്സ്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഇഫ് ഇയേഴ്സ് ബാക്ക് നമ്മൾ കാജൽ എങ്ങനെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്? വി വിൽ സീക്ക് ദ ഹെൽപ്പ് ഓഫ് ഹാൻഡ് അല്ലെ. ഒരു ജസ്റ്റ് ഒരു കാജൽ ബൗളിൽ നമ്മൾ ജസ്റ്റ് ഡിപ്പ് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ കാജൽ അപ്ലൈ ചെയ്യുന്നു. സോ കയ്യിൽ കോണ്ടാക്ട് വരുന്നുണ്ടായിരുന്നു. ആ സമയം മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ വളരെ ഫീബിൾ ആയിട്ടുള്ള ഓർഗാനിസംസ് നമ്മുടെ ഐയിൽ എൻട്രി ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു.
സോ നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ ഫോർമുലേഷൻസ് മാറ്റി ഒരു പെൻ പോലെ ഇപ്പൊ കാതിൽ സ്ട്രിക്ക് ആയിട്ട് ഇപ്പൊ അവൈലബിൾ ആണ് അല്ലെ. സോ ഇത് കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് മനസ്സിലാക്കിയെടുത്ത സാധ്യതകളാണ്. എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട് എന്ന് ചോദിക്കുമ്പോൾ നല്ല കറുപ്പാണ്, അപ്പൊ അതുകൊണ്ട് കയ്യിൽ ചിലപ്പോൾ പറ്റാം എന്നൊക്കെ ഉള്ള ആളുകളുടെ ചെറിയ വേർഡിങ്സ് നിന്ന് കിട്ടുന്ന റിവ്യൂവിൽ നിന്നായിരിക്കും പുതിയ പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതും അതിന്റെ ക്വാളിറ്റിയിൽ ഇംപ്രൂവ്മെന്റ് വരുത്താൻ സഹായിക്കുന്നതും. ദെൻ മിനിമൈസ് ദ മാർക്കറ്റിംഗ് കോസ്റ്റ് ആൻഡ് ഡിസ്കവറിംഗ് യു. അപ്പം മാർക്കറ്റിൽ ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ ഇറങ്ങുമ്പോൾ അവരവരുടെ സാധനങ്ങളുടെ കോസ്റ്റ് കുറയ്ക്കാനും അല്ലെങ്കിൽ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കൂടുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി കോസ്റ്റ് കുറയ്ക്കാനും ഒക്കെ ഈ ഒരു മാർക്കറ്റ് റിസർച്ച് നമ്മളെ സഹായിക്കാറുണ്ട്. പുതിയ പ്രോഡക്റ്റുകളുടെ ലൈൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കും. സോ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. പെർഫോമൻസ് ഇവാലുവേഷൻ ഹെൽപ്സ് ടു. സോ പെർഫോമൻസ് ഇവാലുവേഷൻ എന്തിനാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? എഫിഷ്യന്റ് അല്ലെങ്കിൽ ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയിനെ കണ്ടുപിടിക്കാനാണോ, അല്ലെങ്കിൽ ടു ഡിറ്റർമൈൻ ദ ചാൻസ് ഓഫ് പ്രൊമോഷൻ ഓഫ് എംപ്ലോയീസ്, അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് ട്രെയിനിങ് നീഡ്സ്. അപ്പം പെർഫോമൻസ് ഇവാലുവേഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഇതിനെല്ലാം. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെർഫോമൻസ് ഇവാലുവേഷൻ ഹെൽപ്സ് ടു. ഓക്കെ, യൂഷ്വലി ഇത് വരുന്നത് നമുക്കറിയാം മാർക്കറ്റിങ്ങിന്റെ ഫീൽഡിൽ വരുമ്പോൾ നമ്മൾ അവിടെ ഒരുപാട് സെയിൽസ്മാനെ ഹയർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ആ സമയം നമ്മൾ അവിടെ ഇവാലുവേഷൻ നടത്തേണ്ട ഒരു ആവശ്യമുണ്ട്. സോ പെർഫോമൻസ് ഇവാലുവേഷൻ നടത്താനായിട്ട് എന്തിനാണ് ഈ ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തേണ്ട ആവശ്യം? അത് നടത്തിയാൽ നമുക്ക് എന്താ ഉപയോഗമുള്ളതെന്നാണ് ചോദ്യം. സോ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എഫിഷ്യന്റ് ആൻഡ് ഇൻഎഫിഷ്യന്റ് എംപ്ലോയീസ്. എംപ്ലോയീസിൽ തന്നെ എഫിഷ്യന്റ് ആയിട്ടും ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. സോ നമുക്ക് ആ ഒരു ഡിസ്റ്റിങ്വിഷ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡിറ്റർമൈൻ ദ ചാൻസസ് ഫോർ പ്രൊമോഷൻ ഓഫ് എംപ്ലോയീസ്. ഉള്ള എംപ്ലോയീസിൻ്റെ ഇടയിൽ ഏറ്റവും സമർത്ഥരായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് പ്രൊമോഷൻ കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം. ദെൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് ട്രെയിനിങ് നീഡ്സ്. ഓക്കെ, അപ്പൊ ഇപ്പം കുറച്ച് ആൾക്കാരിൽ കുറച്ച് സ്കിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവർ ഏതിലാണോ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ അവരെ കൂടുതലായിട്ട് ട്രെയിൻ ചെയ്യുക എന്നുള്ള ഒരു പർപ്പസ്. ഇത് മൂന്നും എന്താണ്? കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ ഉത്തരം. പെർഫോമൻസ് ഇവാലുവേഷൻ ഹെൽപ്സ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എഫിഷ്യന്റ് ആൻഡ് ഇൻഎഫിഷ്യന്റ് എംപ്ലോയീസ്. ആൻഡ് എഫിഷ്യന്റ് ആയിട്ടുള്ളവരെ പ്രൊമോഷൻ ചെയ്യാനും അവർക്ക് പോരായ്മയുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കാനുമായിട്ടും ഒക്കെയുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ പെർഫോമൻസ് ഇവാലുവേഷൻ ചെയ്യുന്നത്. ഇവാലുവേഷൻ എയിംസ് അറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു പെർഫോമൻസ് ഇവാലുവേഷൻ എന്തിനാണെന്ന് പറഞ്ഞു, വിലയിരുത്തുക എന്നുള്ളത് വളരെയധികം ആവശ്യമാണ്. ഓക്കെ, സോ ഇവാലുവേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവാലുവേഷൻ എയിംസ് അറ്റ് ഡിറ്റർമൈനിങ് സാലറി എംപ്ലോയീസ്. ഓക്കെ, അപ്പം ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണോ സാലറി തീരുമാനിക്കാൻ സാധിക്കുന്നത്? അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യാനാണോ, അതോ റാങ്ക് ചെയ്യാനായിട്ടോ റിട്ടേൺ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് റാങ്കിങ് പൊസിഷൻ തീരുമാനിക്കാനാണോ? ഇവാലുവേഷന്റെ പരമപ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റാഫിൻ്റെ ഇടയ്ക്ക് ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്നത് ആരാണ്, അവരുടെ ഒരു പെർഫോമൻസ് അസസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇവാലുവേഷൻ ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം. നെക്സ്റ്റ് വൺ, ഹൗ മച്ച് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ്. സോ ഒരു എംപ്ലോയിക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത് എത്ര നാളാണ് എന്ന് മിക്കവാറുമുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒരു ഡിസയേർഡ് പീരീഡ് ഉണ്ടായിരിക്കും. എല്ലാ ഓർഗനൈസേഷനും അവരുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ചിട്ടൊരു ട്രെയിനിങ് പീരീഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. സോ ഇറ്റ് ഇസ് നോട്ട് ഫിക്സ്ഡ്. ഒരു ഷോർട്ട് ടേം കൊടുക്കണം, ലോങ് ടേം കൊടുക്കണം നിർബന്ധമില്ല. കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് അപ്പോൺ ദിയർ വർക്ക് ആൻഡ് ദ ഓർഗനൈസേഷൻ. നമ്മളുടെ ചോദ്യം വാട്ട് അല്ലെങ്കിൽ ഹൗ മച്ച് is the duration എന്ന് ചോദിച്ചാൽ ലോങ് ടേം ആണോ, മീഡിയം ടേം ആണോ, ഷോർട്ട് ടേം ആണോ, അതോ എനി സ്യൂട്ടബിൾ ടേം ആണോ? ഏതാണ് ഉത്തരം? ഇറ്റ് ഈസ് എനി സ്യൂട്ടബിൾ ടേം. എന്താണോ അവരുടെ വർക്കിന്റെ പ്രകൃതി അല്ലെങ്കിൽ എന്താണോ ഓർഗനൈസേഷൻ അവരുടെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് അത് ട്രെയിൻ ചെയ്യിച്ചെടുക്കാനായിട്ട് എത്ര സമയം വേണം എന്നുള്ളതാണ് എനി സ്യൂട്ടബിൾ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഡക്ഷൻ ട്രെയിനിങ്, നമ്മൾ ഈ ടേം കുറെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ആദ്യമായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ആളുകൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും ഫസ്റ്റ് പീരീഡ് ഇൻഡക്ഷൻ ട്രെയിനിങ്ങിന്റെ പീരീഡ് ആണ്. അപ്പം ആദ്യമായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ഹയർ പ്രൊമോഷൻ കിട്ടി, ആ പ്രൊമോഷൻ പോസ്റ്റിൽ എന്താ ചെയ്യേണ്ടേ എന്നുള്ള ഒരു ചെറിയ പീരീഡ് ഓഫ് ട്രെയിനിങ്, അതിനെയാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ കൊടുക്കുന്നത് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനാണോ
ന്യൂ എംപ്ലോയിക്കാണോ ഓൾ എംപ്ലോയീസിന് കൊടുക്കും, അത് ആർക്കും കൊടുക്കില്ലേ? പുതിയ ഒരു എംപ്ലോയി പുതിയ ഒരു പോസ്റ്റിലേക്ക് പുതിയ ജോലികൾ ചെയ്യാൻ വേണ്ടി വരുന്ന എംപ്ലോയീസിനാണ് നമ്മൾ ഇൻഡക്ഷൻ ട്രെയിനിങ് കൊടുക്കുന്നത് ഫോർ ന്യൂ എംപ്ലോയീസ്. An expanding concern can depending upon. Okay, എക്സ്പാൻഡിങ് കൺസേൺ എന്ന് പറയുന്നത് എന്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിനെ ആണോ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിനെ ആണോ അതോ ബോത്ത് എ ആൻഡ് ബി ആണോ അതോ ഐദർ എ അല്ലെങ്കിൽ ബി ആണോ? ഓക്കെ, ഐദർ ഓഫ് എ ഓർ ബി, ഏതാണ് ഓപ്ഷൻ? അപ്പം എക്സ്പാൻഡിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ 20 പേരുണ്ട്, നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ജോബിന്റെ റിക്വയർമെന്റ് കൂടുതലാണ്, കുറച്ചും കൂടെ ആളുകളെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്ന പ്രോസസ് ആണ് എക്സ്പാൻഡിങ്. സോ എക്സ്പാൻഡിങ് എന്ന് പറയുന്ന കൺസേൺ ഉദ്ദേശിക്കുന്നത് വി നീഡ് മോർ പീപ്പിൾ ഫോർ ജോബ്. അപ്പൊ നമ്മൾ അവിടെ ഹയർ ചെയ്യുന്ന പ്രോസസ്സാണ് എക്സ്പാൻഡിങ് കൺസേൺ. അത് രണ്ട് രീതിയിൽ ആ റിക്രൂട്ട്മെന്റ് നടത്താം, ഒന്നെങ്കിൽ ഇന്റേണൽ സോഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ച്. ഏറ്റവും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ്റ്റേണൽ സോഴ്സിനെയാണ്. ഇന്റേണൽ സോഴ്സ് എന്താണ്? നമ്മളുടെ എംപ്ലോയീസിന്റെ അകത്ത് തന്നെ നമ്മൾ പറയും വി നീഡ് മോർ സ്റ്റാഫ്സ്, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ യു പ്ലീസ് ഇൻട്രൊഡ്യൂസ് എന്നൊക്കെ പറയുന്നത് ഇന്റേണൽ അവൈലബിൾ സോഴ്സ് അല്ലെങ്കിൽ ഇന്റേണൽ സ്റ്റാഫിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യുക എന്നുള്ളത്. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ലിങ്ക്ഡിൻ അല്ലെങ്കിൽ നമ്മൾ ഓരോ സോഷ്യൽ മീഡിയാസിലൊക്കെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ സാധിക്കില്ല, അതാണ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് മീഡിയ. സോ which of the following source of recruitment is available to a newly established ആയിട്ടുള്ള പുതുതായി തുടങ്ങാൻ പോകുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ പറ്റുന്നത് കൂടുതലായിട്ടും ഏതായിരിക്കും? ഇന്റേണൽ റിസോഴ്സ് പാടായിരിക്കും അല്ലെ. സോ എക്സ്റ്റേണൽ സോഴ്സ് എന്നായിരിക്കും അവർ ഹയർ ചെയ്യുന്നത്. Next question. Bank provide finance to business for. So ബാങ്ക് ഫിനാൻസ് കൊടുക്കുന്നത് ഒരു ചെറിയ പീരീഡിലേക്കാണോ? ഉറപ്പായിട്ടും ബാങ്ക് ഫിനാൻസ് കൊടുക്കുമ്പോൾ ഇത്ര കാലാവധി എന്നുള്ളത് അവർ പറയും. അപ്പം ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്നുള്ളതാണ് ചോദ്യം. ലോങ് ടേം ആവാം, ഷോർട്ട് ടേം ആവാം, മീഡിയം ടേം ആകാം, ഏത് പീരീഡിലേക്ക് വേണമെങ്കിലും ബാങ്കിന് എന്ത് കൊടുക്കാം? ലോൺ കൊടുക്കാം. സോ ഇറ്റ് ഇസ് എനി ഓഫ് ദ എബവ് ആണ് അതിന്റെ ആൻസർ. ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇസ് ഗിവൺ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡറിനാണോ പ്രിഫറൻസ് ഷെയർ ഹോൾഡറിനാണോ ഡിഫേർഡ് ഷെയർ ഹോൾഡേഴ്സിനാണോ അതോ എനി ഓഫ് ദ എബവിന് കൊടുക്കാമോ? ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബിസിനസിന്റെ പാർട്ട്നേഴ്സിനെയാണ് അല്ലെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ പാർട്ട്നേഴ്സിന് ഈ പർട്ടിക്കുലർ ബിസിനസിന്റെ എപ്പോൾ ലാഭം ഉണ്ടായാലും എപ്പോഴൊക്കെ ലാഭം കിട്ടിയാലും അതിന്റെ വരുമാനം ഫിക്സ്ഡ് ആയിട്ട് കിട്ടുന്ന ആൾക്കാരെയാണ് ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് എപ്പോഴും അതിന്റെ ഒരു വിഹിതം കിട്ടിക്കൊണ്ടിരിക്കും, അതിനെയാണ് ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡറിനാണോ പ്രിഫറൻസ് ഷെയർ ഹോൾഡറിനാണോ അതോ ഡിഫേർഡ് ഷെയർ ഹോൾഡറിനാണോ കൊടുക്കുക എന്നാണ് ചോദ്യം. ഉത്തരം പ്രിഫറൻസ് ഷെയർ ഹോൾഡറാണ്. അവർ ഫിക്സ്ഡ് ആണ്, അവർക്ക് കിട്ടുന്നത് എപ്പോഴൊക്കെ ഷെയർ മാർക്കറ്റിനോ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിനോ അവർക്ക് ആ പാർട്ട്നേഴ്സിനോ ലാഭം കിട്ടുന്നുണ്ടോ അത് അപ്പോഴെല്ലാം കിട്ടുന്നതാണ്. ഒരിക്കലായിരിക്കും നിക്ഷേപിച്ചിട്ടുണ്ടാവുക, പക്ഷെ എപ്പോഴും ലാഭം കിട്ടുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. Shareholders are the owners of business, creditors of business, manager of business, any of the above. So shareholders എന്ന് പറയുന്നത് ആരാണ്? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അവർ ഓണേഴ്സ് ആണ്. ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് ദ ബിസിനസ്. ഓക്കെ, ബിസിനസിന്റെ ഓണേഴ്സിനെയാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻസ് വേറെ നോക്കിക്കേ. ക്രെഡിറ്റേഴ്സ് ഓഫ് ബിസിനസ്, മാനേജേഴ്സ് ഓഫ് ബിസിനസ് അല്ല. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ഓഫ് ബിസിനസ് ആണ്. എ ബാങ്കർ എന്താണ്? പ്രിൻസിപ്പൽ ഓഫ് കസ്റ്റമർ ആണോ? ഏജന്റ് ഓഫ് കസ്റ്റമർ ആണോ? ബോത്ത് പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് ആണോ? നൺ ഓഫ് ദ എബവ് ആണോ? സോ ഒരു ബാങ്കർ എന്ന് പറയുന്നത് ആരാണ്? രണ്ടുമാണ്, പ്രിൻസിപ്പളുമാണ് ഏജന്റുമാണ്. പീപ്പിൾ ഡെപ്പോസിറ്റ് മണി ഇൻ ബാങ്ക്സ്. ഓക്കെ, ആളുകൾ എന്തിനാണ് പൈസ, അവര് സമ്പാദിക്കുന്ന പൈസ അവര് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്തിനാണ്? To earn interest, for the purpose of safety, to cultivate the habit of saving. ഇതെല്ലാം ഉത്തരം തന്നെയാണ് അല്ലെ. ഒരു ഇപ്പം ഇത്ര ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഇട്ടാൽ നമുക്ക് അതിന് ഇൻട്രസ്റ്റ് കിട്ടും. സോ ദാറ്റ് ഈസ് ഏൺ ഇൻട്രസ്റ്റ് അല്ലെ. ദെൻ
പർപ്പസ് ഓഫ് സേഫ്റ്റി. സോ ലോക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ വരയ്ക്കുന്നത് നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഓർമ്മ വരണം. സോ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നത്. ദെൻ സേവിങ്സ്, പൈസ നമുക്ക് എന്ത് ചെയ്യണം? സേവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പൈസ സേവ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം? പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. സോ ഈ 3 ഓപ്ഷൻസും ഉത്തരം ശരിയാണ്. Bank is an institute which deals with deposit, loan, money, all of them. ബാങ്ക് നമ്മൾ പറഞ്ഞു, ബാങ്കിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഫിനാൻസ് മാനേജ്മെന്റ്. അവിടെ ലോൺ കൊടുക്കും, മണി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും, അവിടെ ലോൺസും മണിയും ഡെപ്പോസിറ്റും ഒക്കെ അത് ഡീൽ ചെയ്യുന്ന മാറ്റേഴ്സ് ആണ്. സോ ഓൾ ഓഫ് ദ എബവ് ആണ് അതിന്റെ ഓപ്ഷൻ. നെക്സ്റ്റ്, ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് എ ബാങ്ക് ഇസ് നോട്ട്. ഓക്കെ, ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രൈമറി ആയിട്ടുള്ള ഫങ്ഷൻ അല്ല, സെക്കൻഡറി ഫങ്ഷൻ ആകാം, പ്രൈമറി ഫങ്ഷൻ അല്ലാത്തത് ഇവയിൽ ഏതാണ്? ടു മേക്ക് ലോൺ, ലോൺസ് കൊടുക്കുക എന്നുള്ളത് പ്രൈമറി ഫങ്ഷൻ ആണ്. ടു അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് പ്രൈമറി ഫങ്ഷൻ ആണ്. ടു ആക്ട് ആസ് എ ട്രസ്റ്റി, ട്രസ്റ്റി എന്ന് പറയുന്നത് നമ്മൾ ബാങ്കിൽ ഒരു ലോൺ കൊടുക്കുന്ന സമയം നമ്മുടെ ആധാരം അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബാങ്കിലൊരു വിശ്വാസത്തിന്റെ ഉടമ്പടി തീർക്കേണ്ടതുണ്ട്. അപ്പം ഈ ഒരു ട്രസ്റ്റ്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പ്രൈമറി ഫാക്ടർ ആണ്. പക്ഷെ ഒരു ട്രസ്റ്റി ആയി ഇരിക്കുക എന്നുള്ളത് ബാങ്കിനെ സംബന്ധിച്ച ഒരു പ്രൈമറി ഫങ്ഷൻ അല്ല. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ഉത്തരം. നെക്സ്റ്റ് വൺ, ഇൻ എ കൺസേൺ ദ ടോട്ടൽ അസെറ്റ്, ഞാൻ എഴുതാൻ പോവാണ്, ടോട്ടൽ അസെറ്റ് is 5 ആൻഡ് ലയബിലിറ്റി, ലയബിലിറ്റി എത്രയുണ്ട്? 3,75,000 ആണ് ലയബിലിറ്റി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് എത്ര വരും എന്നാണ് ചോദ്യം. അപ്പം ഇതിനൊരു ഫോർമുല ഉണ്ട്, അറിയോന്നറിയില്ല. അസെറ്റ് എന്ന് പറയുന്നത് ലയബിലിറ്റി പ്ലസ് ഈ ഓണറിന്റെ ഇക്വിറ്റി എന്ന് പറയുന്നതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. സോ ദ കൺസേൺ വി ആർ ഹാവിങ് ടോട്ടൽ അസെറ്റ് നമ്മുടെ കയ്യിലുണ്ട്, ലയബിലിറ്റി നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഓണേഴ്സ് ഇക്വിറ്റി ആണ്. സോ ജസ്റ്റ് സബ്സ്ട്രാക്ട് എ മൈനസ് എൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇ കിട്ടും. സോ 5 lakh മൈനസ് 3,75,000 നമുക്ക് എത്ര കിട്ടി? 1,25,000 അല്ലെ? സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 1,25,000 കിട്ടും. സോ ലയബിലിറ്റി ഓഫ് മിസ്റ്റർ കുമാർ ആർ, ലയബിലിറ്റി എത്രയാണ്? 57 57,000 ആണ് ലയബിലിറ്റി. ഓണർ ഇക്വിറ്റി എന്ന് പറയുന്നത് 43,000. നമ്മളുടെ ചോദ്യം അസെറ്റ് ഓഫ് ദ ബിസിനസ് എന്താണ്? അസെറ്റ് എന്ന് പറയുന്നത് എൽ പ്ലസ് ഇ ആണ്. ഓക്കെ, അസെറ്റ് എന്താണ്? എൽ പ്ലസ് ഇ. അപ്പൊ എത്ര വരും? എല്ലും ഇയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, എത്രയാ വരിക? 10 jar 1 lakh is the answer. ഉണ്ടോ? യെസ്, ഓപ്ഷൻ എ is the answer. Which of the following is not an accounting equation ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസിൽ നമുക്കറിയാം അസെറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി അല്ലെങ്കിൽ ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി, അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. സോ ഈ പറയുന്നതിനകത്ത് ശരിയല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ദാറ്റ് ഇസ് ഓപ്ഷൻ എ, അസെറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ മൈനസ് ലയബിലിറ്റി അല്ല. ഇവർ രണ്ടുപേരും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് കറക്റ്റ് ആയിരുന്നു. സോ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിരുന്നത്. സോ റോങ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ. A pen purchased for ₹50 is an asset but treated as an expense due to conventions of. അപ്പൊ നമ്മളൊരു പേന വാങ്ങി, 50 രൂപയ്ക്ക് ഒരു പേന വാങ്ങി, പക്ഷെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ മുതൽ നമുക്കത് ഭയങ്കര എക്സ്പെൻസീവ് ആയി പോയി എന്ന് തോന്നി. 10 രൂപയുടെ ഒരു പേന ഞാൻ 50 രൂപയ്ക്ക് വാങ്ങി എന്നുള്ളത് നമുക്കൊരു ബുദ്ധിമുട്ടായി. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഏത് ടൈപ്പ് ഓഫ് കൺവെൻഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു എ കൺവെൻഷൻ. ഓക്കെ, സോ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ?
പരമ്പരാഗതമായി അൺറിട്ടൺ ആയിട്ടുള്ള ലോസ് വെച്ചിട്ട് നമുക്ക് ഫോളോ ചെയ്യുന്ന സാധനത്തിന് കൺവെൻഷൻസ് എന്ന് പറയുന്നത് അല്ലെ. സോ ഒരു പേന 50 രൂപയ്ക്ക് വാങ്ങിയെങ്കിൽ നമ്മൾ അതിനെ എക്സ്പെൻസ് ആയിട്ട് കാണുന്നത് ഒബ്ജക്ടിവിറ്റി കൊണ്ടാണോ, കൺസർവേറ്റിസം കൊണ്ടാണോ, കൺസിസ്റ്റൻസി കൊണ്ടാണോ, മെറ്റീരിയലിറ്റി കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി, മെറ്റീരിയലിറ്റി കൊണ്ടാണ് നമ്മൾ അതിനെ കുറച്ച് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിസ്റ്റർ റാം ദ സോൾ ട്രേഡർ, വേർഡ് ശ്രദ്ധിക്കുക. മിസ്റ്റർ റാം ദ സോൾ ട്രേഡർ charged the premium of the personal life policy to income statement. Which of the following principle is violated? Entity principle, cost principle, principle of materiality and principle of consistency. ചോദ്യം, റാം എന്ന് പറയുന്ന ഒരു സോൾ പ്രൊപ്പറേറ്ററിനകത്ത് ലൈഫ് പോളിസിക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രീമിയത്തിന് വേണ്ടി സബ്മിറ്റ് ചെയ്തു. അത് എന്തിന്റെ വയലേഷൻ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ചാർജിങ് ഓഫ് പ്രീമിയം ഫ്രം ഹിസ് പേഴ്സണൽ ലൈഫ് പോളിസി എന്തിന്റെ വയലേഷൻ ആണ് എന്ന്, എൻറ്റൈറ്റി പ്രിൻസിപ്പിൾ. എൻറ്റൈറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു ബിസിനസ്മാനെയും ഒരു സോൾ പ്രൊപ്പറേറ്ററെയും രണ്ട് കാറ്റഗറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ഒരേ കാര്യമാണ് ചെയ്യുന്നതെങ്കിലും ഇവർ രണ്ടുപേരെയും രണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ മിസ്റ്റർ റാം എന്ന് പറയുന്നത് ഒരു സോൾ ട്രേഡിലാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞതിനകത്ത് എന്ത് വയലേറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ എൻറ്റൈറ്റി പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്തു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം എന്താണ്, ഒരു സോൾ പ്രൊപ്പറേറ്ററെയും ഒരു ബിസിനസ്മാനെയും രണ്ടുപേരെയും രണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ് എൻറ്റൈറ്റി പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് വൺ, each transaction has double effect and is shown by. okay, so ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരാൾ ഒരിടത്തു നിന്ന് മറ്റൊരാളിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നു. അപ്പം ഒരാൾ ഗെയിൻ ചെയ്യും, ഒരാൾ ലോസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അണ്ടർഗോ ചെയ്യുകയും ചെയ്യുന്നു. സോ അങ്ങനെയുള്ള ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ഡ്യുവൽ ഇഫക്റ്റ് ആണ് തരുന്നത്. അതായത് ഈച്ച് ട്രാൻസാക്ഷൻ ഹാസ് ഡബിൾ ഇഫക്റ്റ്. അതായത് അങ്ങോട്ട് കൊടുക്കുന്നു, അപ്പൊ അവിടെ ലാഭം കിട്ടുന്നു, പോയ ആളുടെ അടുത്ത് നഷ്ടം സംഭവിക്കുന്നു. ഈ രണ്ട് ഇഫക്റ്റും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നത് ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡ്യുവൽ ആസ്പെക്റ്റ് ആണോ, റിയലൈസേഷൻ ആണോ, കോസ്റ്റ് കൺസെപ്റ്റ് ആണോ, മണി മെഷർമെന്റ് കൺസെപ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഡ്യുവൽ ആസ്പെക്റ്റ് ആണ് കൺസെപ്റ്റ്. Existence of business is separate from identity and existence of its proprietor owner and is indicated by. So ഒരു ബിസിനസിന്റെ എക്സിസ്റ്റൻസ്, അതിന്റെ ഐഡന്റിറ്റി എക്സിസ്റ്റൻസിൽ നിന്ന് എങ്ങനെ വ്യത്യാസം വരുന്നു, അതിന്റെ ഒരു പ്രൊപ്പറേറ്റർ ഓണറെ സംബന്ധിച്ചിടത്തോളം അതിന് എങ്ങനെ ഐഡന്റിറ്റി കൊടുക്കാൻ സാധിക്കും, അതിനെ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ചോദ്യം. കോസ്റ്റ് കൺസെപ്റ്റ് എന്നാണോ, ഡ്യുവൽ കൺസെപ്റ്റ് എന്നാണോ, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്നാണോ? ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം വളർന്ന് മുമ്പിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ സെപ്പറേറ്റ് എൻറ്റൈറ്റി കൺസെപ്റ്റ് ആണ് എന്ന് വെച്ചാൽ സെപ്പറേറ്റ് എൻറ്റൈറ്റി കൺസെപ്റ്റ് ആണ് ഒരു ബിസിനസിന്റെ എക്സിസ്റ്റൻസിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ആ ഐഡന്റിറ്റി എക്സിസ്റ്റൻസ് യൂട്ടിലൈസ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, stock valuation at cost or market price whichever is less and is based on the principle. okay, stock valuation എന്താണ്? stock valuation at cost അല്ലെങ്കിൽ market price whenever അല്ലെങ്കിൽ whichever is less. കോസ്റ്റ് പ്രൈസ് മാർക്കറ്റ് പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവ് എന്ന് കണ്ടാൽ അത് എന്തിന്റെ പ്രിൻസിപ്പിൾ ആണ്? കോസ്റ്റ് കൺസെപ്റ്റ് ആണോ, കൺവെൻഷൻ ആണോ, കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി ആണോ, കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ ആണോ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി, കൺവെൻഷൻ ഓഫ് കൺസർവേഷൻ ആണ് ഉത്തരം. On the basis of money measurement concept, which of the following shall be recorded in the book of the account? അപ്പോൾ ഈ പറയുന്ന മണി മെഷർമെന്റിന്റെ അകത്ത് ഏതാണ് നമ്മുടെ അക്കൗണ്ട് ബുക്കിലേക്ക് രേഖപ്പെടുത്തേണ്ടത്? 2000 സ്ക്വയർ യാർഡിലുള്ള പ്ലോട്ടിനെ പറ്റിയിട്ടാണോ, ടീം ഓഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് സ്റ്റാഫ് ആണോ,
റെപ്യൂട്ടേഷൻ ഓഫ് ദ ചെയർമാൻ ആണോ, പർച്ചേസ് ഓഫ് മെഷീനറി ഓഫ് 20 lakhs ആണോ? ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് ഓൾറെഡി ഒരു ലെഡ്ജറോ അല്ലെങ്കിൽ ഒരു ജേർണലോ ഉണ്ടാവും ഫോർ എൻട്രി. ഈ എൻട്രി ബുക്കിലേക്ക് ഇവിടെ ഉണ്ട് റെക്കോർഡ് ഇൻ ദ ബുക്സ്. ഈ റെക്കോർഡ് ചെയ്യേണ്ടത് ഈ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി, ഒരു മെഷീൻ പർച്ചേസ് ചെയ്തതാണ് അവിടെ വേണ്ടത്. അവിടുത്തെ ചെയർമാന്റെ റെപ്യൂട്ടേഷനോ സ്റ്റാഫിന്റെ ഗുണമോ പ്ലോട്ടിന്റെ കണക്കോ ഒന്നും അല്ല വേണ്ടത്. അവിടുത്തെ റോ മെറ്റീരിയൽസും ഇൻവെന്ററിക്കും ഒക്കെ വേണ്ട സാധനങ്ങളുടെ കോസ്റ്റ്. Accounting principles are described by terms like accounting conventions, accounting concept, both A and B, none of the above. So, accounting principles, അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ അകത്ത് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യമാണ് കൺവെൻഷൻസും കൺസെപ്റ്റുകളും. സോ അക്കൗണ്ടിങ്ങിലെ കൺസെപ്റ്റ് നമുക്ക് ഊഹിക്കാലോ. അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് രൂപീകരിച്ചിരിക്കുന്നത് കുറെ കൺസെപ്റ്റുകൾ കൊണ്ടാണ് അല്ലെ. ഇപ്പൊ നമ്മൾ നേരത്തെ തന്നെ കുറെ എക്സാമ്പിൾസ് പറഞ്ഞു. കൺവെൻഷൻസ് എന്താണ്? ഈവൻ ദോ ഇറ്റ് ഇസ് അൺറിട്ടൺ, ഓക്കെ, അൺറിട്ടൺ എന്നാണ് നമ്മൾ പറയുക. എവിടെയും എഴുതി വെക്കാത്ത നിയമങ്ങളെ നമ്മൾ പറയുന്നതാണ്. ഓക്കെ, സോ കൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഫോളോ ചെയ്യില്ല എന്നൊക്കെ നിങ്ങൾ വീട്ടിലൊക്കെ പറയാറുണ്ടാവും. സോ കൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരമ്പരാഗതമായി ട്രഡീഷണലി നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ആയിരിക്കും. എവിടെയും എഴുതി വെച്ചിട്ടില്ല, പക്ഷെ അത്തരം നിയമങ്ങളായിരിക്കും നമ്മളെ മുമ്പിലേക്ക് നയിക്കുന്നത്. അപ്പം ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ നമുക്ക് കൺവെൻഷൻ പ്രകാരവും കൺസെപ്റ്റ് പ്രകാരവും രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഓപ്ഷൻ സി ആണ്. Goods worth 3,600 were distributed as free samples. The amount should be debited to. ഇതിനകത്ത് എമൗണ്ട് അല്ല പ്രധാനം സാധനം ഫ്രീ സാമ്പിൾ എങ്ങോട്ടേക്ക് ഡെബിറ്റ് ആയി എന്നുള്ളതാണ് ചോദ്യം. സോ ഗുഡ്സ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ്. ദ എമൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് ആസ് സെയിൽസ് അക്കൗണ്ട് ആണോ, പർച്ചേസ് അക്കൗണ്ട് ആണോ, അഡ്വർടൈസ്മെന്റ് ആണോ, സാമ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി, അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്രീ സാമ്പിൾസ് സപ്ലിമെന്റ് ചെയ്യുന്നത്. ഗുഡ്സ് എമൗണ്ടിങ് 2,800 were given to orphanage. ഒരു ഓർഫനേജിലേക്ക് നമ്മൾ ഒരു അറൌണ്ട് 3,000 ഉള്ള ഒരു ഗുഡ്സ് കൊടുത്തു വിട്ടു. അങ്ങനെയാണെങ്കിൽ ജേർണൽ എൻട്രിയിൽ എഴുതുമ്പോൾ നമ്മൾ എന്തെഴുതും? ഓർഫനേജ് അക്കൗണ്ട് ഡോക്ടർ ടു പർച്ചേസ് അക്കൗണ്ട് എന്നാണോ, അതോ ഓർഫനേജ് അക്കൗണ്ട് ഡോക്ടർ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണോ, ചാരിറ്റി അക്കൗണ്ട് ഡോക്ടർ ടു പർച്ചേസ് അക്കൗണ്ട് എന്നാണോ? എനി ഓഫ് ദ അബവ്. സോ എനിവേ ഇവൻ ദോ ഇറ്റ് ഇസ് ചാരിറ്റി, നമ്മളത് ഓർഫനേജ് എന്ന് സ്പെസിഫൈ ചെയ്ത് എഴുതേണ്ടത് കൊണ്ട് ഓപ്ഷൻ എ. Repairs made to second hand machinery accounting to 24,000 should be charged to. സോ അവിടെയുള്ള മെഷീൻസോ റിപ്പയർ വന്നാൽ അത് ഏത് അക്കൗണ്ടിൽ നിന്നാണ് ചാർജ് ചെയ്യുന്നത് വെച്ചാൽ റിപ്പയർ അക്കൗണ്ട് ഉണ്ട്, മെഷീനറി അക്കൗണ്ട് ഉണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഓൾ ഓഫ് ദ അബവ് ഉണ്ട്. സോ ആൻസർ ഇസ് റിപ്പയർ അക്കൗണ്ട്, ഓപ്ഷൻ എ. Sales made to Mr. Verma should be debited to. So this is Verma account. Okay, so sales made to Mr. Verma നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണ് കൊടുക്കേണ്ടത്? ക്യാഷ് അക്കൗണ്ട് ആണോ, ബാങ്ക് അക്കൗണ്ട് ആണോ, ഓൾ ഓഫ് ദി അബവ് ആണോ, വർമ്മ അക്കൗണ്ട് ആണോ എന്ന് ചോദിച്ചാൽ വർമ്മ അക്കൗണ്ട്. ഇപ്പം വർമ്മയ്ക്ക് പകരം ഷീല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ എഴുതുക? ഇറ്റ് ഈസ് ഷീല അക്കൗണ്ട്. മനസ്സിലായോ? സോ അയാളുടെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇഫ് ക്യാഷ് ആയിട്ടാണ് വർമ്മ സെയിൽസ് നടത്തിയെങ്കിൽ പുള്ളിക്ക് തിരിച്ച് എന്തായിട്ട് തന്നെ കൊടുക്കാം? ക്യാഷ് ആയിട്ട് തന്നെ ഡെബിറ്റ് ചെയ്യുക. The account അല്ലെങ്കിൽ amount of salary is paid to Naveen should be debited to. So നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സാലറി, നവീന് പേ ചെയ്ത സാലറി എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? ക്രെഡിറ്റ് ആയത് എങ്ങോട്ടാണ് എന്നല്ല, ഡെബിറ്റ് ആയതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ സാലറി അക്കൗണ്ട്. Trade discount allowed by a concern should be debited to. ഓക്കെ, സോ ട്രേഡ് ഡിസ്കൗണ്ട്, ട്രേഡ് നടത്തുമ്പോൾ അവിടെ കൊടുക്കേണ്ട ഡിസ്കൗണ്ട് ഈ താഴെ പറയുന്നതിൽ എവിടെ നിന്നാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ പറയൂ, പർച്ചേസ് അക്കൗണ്ടിൽ നിന്നാണോ? പർച്ചേസ് അക്കൗണ്ടിൽ കൂടെ എന്താ പോകുന്നത്? സാധനങ്ങൾ വാങ്ങുന്ന പർച്ചേസ് ചെയ്യുന്ന എമൗണ്ട് ആണ്. സെയിൽസ് അക്കൗണ്ട് നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. ഡിസ്കൗണ്ട് അക്കൗണ്ട്, അപ്പം ഡിസ്കൗണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിലും ട്രേഡിന്റെ ഡിസ്കൗണ്ടുകൾ ഇതിലൊന്നും പെടില്ല. ട്രേഡിന്റെ അക്കൗണ്ടുകൾ നമ്മൾ
വേറെ ആയിട്ട് തന്നെയാണ് കുറയ്ക്കുന്നത്. സോ ഇറ്റ് ഇസ് നൺ ഓഫ് ദി എബവ്. Next one is in the journal, transactions are recorded account wise, year wise, nature wise, date wise. Journal വളരെ കൃത്യമായിട്ട് ഡേറ്റ് വൈസ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു ജേർണല് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ അക്കൗണ്ടോ ഇയറോ നേച്ചറോ ഒന്നുമല്ല, ഡേറ്റ് അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ അകത്ത് നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും രേഖപ്പെടുത്തുന്നത്. The explanation of journal is known as. അപ്പോൾ ഒരു ജേർണലിനകത്ത് എന്താണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നതെന്ന് ഒരാളിലേക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് എന്താ പറയുന്നത്? ഡേറ്റ് എന്നാണോ, പർട്ടിക്കുലേഴ്സ് എന്നാണോ, ജേർണൽ എൻട്രി എന്നാണോ, ആ എക്സ്പ്ലനേഷന് എന്താ പറയാ? നറേഷൻ എന്നാണോ? The explanation of journal is also called as narration. Okay. Every journal entry involve a minimum of. ഓക്കെ, സോ അറിയണം ഒരു ജേർണലിൻ്റെ അകത്ത് എൻട്രി മിനിമം എത്ര കോളംസ് ഉണ്ടായിരിക്കണം? യു ഷുഡ് ഹാവ് 2 അക്കൗണ്ട്, അക്കൗണ്ട് എ ആൻഡ് അക്കൗണ്ട് ബി, 2 അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കണം. ആ 2 അക്കൗണ്ടിലും ജേർണലിൽ എൻട്രി മിനിമം ആയിട്ട് 2 അക്കൗണ്ടിലേക്കായിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഹൗ മെനി കോളംസ് ആർ ദർ ഇൻ എ ജേർണൽ? എത്ര കോളംസ് ഉണ്ടാവും? വി ഷുഡ് ഹാവ് മിനിമം ഓഫ് ഒരു 5 കോളംസ് ഉണ്ടായിരിക്കണം ഒരു ജേർണലിൽ. ഡേറ്റ്, പ്രോഡക്റ്റ്, എത്ര ക്വാണ്ടിറ്റി, വാട്ട് ഇസ് ദ സ്റ്റോറേജ്, വാട്ട് ഇസ് ദ പർപ്പസ്, അങ്ങനെ 5 കോളംസ് ഉണ്ടായിരിക്കണം. ആൻഡ് 2 അക്കൗണ്ട് എ ബി എന്ന് പറയുന്ന 2 അക്കൗണ്ടിലേക്കായിരിക്കണം ജേർണൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ജേർണൽ ഈസ് ഓൾസോ നോൺ ആസ്. ജേർണൽ എന്താണ്? ഒരു ബുക്ക് ഓഫ് പ്രൈമറി ആണോ, ബേസിസ് ബുക്ക് ആണോ, ഡേ ബുക്ക് ആണോ, അത് ഇതെല്ലാമാണോ എന്നാണ് ചോദ്യം. ജേർണൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾ ഓഫ് ദ അബവ്. പ്രൈം എൻട്രി ആയിട്ടും ബേസിക് ബുക്ക് ആയിട്ടും ഡെയിലി എൻട്രി അല്ലേ ചെയ്യുന്നത്, ബൈ ഡേറ്റ് അല്ലേ, സോ അതുകൊണ്ട് ഡേ ബുക്ക് എന്ന് പറയും. സോ ഇറ്റ് ഈസ് ഓൾ ഓഫ് ദി അബവ്. റിയൽ അക്കൗണ്ട് ജനറലി ഷോ. സോ റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്ന അക്കൗണ്ട് ആണോ, അതോ ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്ന അക്കൗണ്ട് ആണോ, നിൽ ബാലൻസ് ആണോ, എനി ബാലൻസ് ആണോ? റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര മീൻസ് അത് വാട്ട് ഇസ് ദ ഡെബിറ്റഡ് ക്യാഷ്, ഓക്കെ, അത് കാണിക്കുന്നതിനെയാണ് നമ്മൾ റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ബാലൻസ് അല്ല, ബാലൻസ് ഇല്ല എന്നുമല്ല, ഏത് ബാലൻസും എല്ലാ ബാലൻസും കാണിക്കത്തുമില്ല. ഇറ്റ് ഈസ് ദ ഡെബിറ്റ് ബാലൻസ്. ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട് ഇസ് ഡിനോട്ടഡ് ബൈ. സോ ക്രെഡിറ്റ് ബാലൻസ്, ലെഡ്ജർ അറിയാലോ, ജേർണലും ലെഡ്ജറും രണ്ടും നമ്മൾ എന്ത് റെക്കോർഡിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, എൻട്രിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രാ ഉള്ളത് അല്ലെ. സോ എക്സസ് ഓഫ് ക്രെഡിറ്റ് സൈഡ് ഓവർ ഡെബിറ്റ് സൈഡ് ആണോ, എക്സസ് ഓഫ് ക്രെഡിറ്റ് സൈഡ് ഓവർ ക്രെഡിറ്റ് സൈഡ് ആണോ, ഈക്വൽ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആണോ, എനി ഓഫ് ദ അബവ് ആണോ? ആൻസർ എക്സസ് ഓഫ് ക്രെഡിറ്റ് ആണ് കേട്ടോ. എക്സസ് ഓഫ് ക്രെഡിറ്റ് ഓവർ ദ ഡെബിറ്റ് സൈഡ്, ഓപ്ഷൻ എ ആണ് ഉത്തരം. The transaction are recorded in ledger. Okay, so ഈ ട്രാൻസാക്ഷൻസ് ലെഡ്ജറിൽ ഉൾപ്പെടുന്നത് ഇയർ വൈസിലാണോ, മന്ത് വൈസ് ആണോ, ഡേറ്റ് വൈസ് ആണോ, അക്കൗണ്ട് വൈസ് ആണോ? ഡേറ്റ് വൈസ് നമ്മൾ ഏതാ ഇൻക്ലൂഡ് ചെയ്തത്? ജേർണൽ ആയിരുന്നു അല്ലെ. സോ അക്കൗണ്ട് വൈസ് ആണ്, അക്കൗണ്ട് ഏതൊക്കെയുണ്ട്? അക്കൗണ്ട് വൈസ് വരുന്നതാണ് നമുക്ക് ലെഡ്ജർ. A ledger contain what? Personal account, real account, nominal account, all of the above. It is all of the above. ലെഡ്ജറിനകത്ത് പേഴ്സണൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ട് എല്ലാം ഉണ്ടാവും. The difference between debit side and credit side of an account is known as. So ഡെബിറ്റും ക്രെഡിറ്റും രണ്ടും കൂടി ചേരുന്നതാണ് ബാലൻസ് എന്ന് പറയുന്നത്. ടോട്ടലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ. നമുക്ക് അവിടെ നഷ്ടം വന്നതും ലാഭം വന്നതും എക്സ്ട്രാ എക്സസ് വന്നതും എല്ലാം വരും. പക്ഷേ പോസ്റ്റിങ്ങും അങ്ങനെ തന്നെ, ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫറിങ് ചെയ്യുന്നതാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ബാലൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പർട്ടിക്കുലർ നമുക്ക് വന്നിരിക്കുന്ന എല്ലാ കാൽക്കുലേഷന്റെയും ഒരു സബ്സ്ട്രാക്റ്റീവ് വാല്യൂ ആയിരിക്കും വരിക. ചോദ്യം ഡെബിറ്റ് സൈഡിന്റെയും ക്രെഡിറ്റ് സൈഡിന്റെയും മാത്രം ഡിഫറൻസ് ആ അക്കൗണ്ടിൽ വരുന്നതിന് നമ്മൾ വിളിക്കുന്നത് ബാലൻസ് എന്നാണ്. Balance credit at the time of balancing the amount is written on
ഡെബിറ്റ് സൈഡ് ആണോ, ക്രെഡിറ്റ് സൈഡ് ആണോ, ബിഗർ സൈഡ് ആണോ, ഷോർട്ടർ സൈഡ് ആണോ? ഇറ്റ് ഇസ് ദ ഷോർട്ടർ സൈഡ്. ദ ബാലൻസ് ഓഫ് ക്യാഷ് അക്കൗണ്ട്, അതായത് ക്യാഷ് അക്കൗണ്ടിലുള്ള ബാലൻസ് എന്ന് പറയുന്നത് എന്തിനാ കാണിക്കുന്നത്? നമ്മുടെ കൈവശമുള്ളതാണോ, പുതുതായിട്ട് ചെലവാക്കേണ്ട ന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, നെറ്റ് ഇൻകം ആണോ, അതോ ഈ പറയുന്ന ഒന്നുമല്ലേ എന്ന് ചോദിച്ചാൽ ബാലൻസ് ഓഫ് ദ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കൈവശമുള്ള ക്യാഷിനെയാണ് പറയുന്നത്. കൈവശം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലുള്ളതെന്നല്ല, വാട്ട് ഇറ്റ് ഈസ് ഹാവിങ് റിമൈനിങ് ഇൻ വിത്ത് us. ഓക്കെ, സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, ഡെബിറ്റ് ആണോ, ക്രെഡിറ്റ് ആണോ? സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ അക്കൗണ്ട് ഇറ്റ് ഈസ് ദ ഡെബിറ്റ് സൈഡ്. ഓക്കെ, സോ ഡെബിറ്റ് ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഡെബിറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട് will invariably have a debit balance? Bank account, amount receivable amount, amount payable account, loan account. അപ്പം ഇൻവേരിയബിളി ഒരു ഡെബിറ്റ് ബാലൻസ് കാണിക്കാൻ പറ്റുന്നത് റിസീവബിൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ്. Which of the following account will invariably have a credit balance? Okay, so machinery account ആണോ, amount receivable account ആണോ, amount payable account ആണോ എന്ന് ചോദിച്ചാൽ ക്രെഡിറ്റ് ബാലൻസ് ഉള്ളതും ഇൻവേരിയബിൾ ആയിട്ടുള്ള ഉള്ളത് ഏതാണ്? amount payable account ആണ്. The process of transferring debit and credit from one journal to a ledger, ഒരു പർട്ടിക്കുലർ ജേർണലിൽ നിന്ന് ഒരു ലെഡ്ജറിലേക്കുള്ള ഒരു ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലേക്കുള്ള ഒരു ട്രാൻസ്ഫറിങ്ങിനെയാണ് പോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. ലെഡ്ജർ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ബുക്ക് ആണോ, മെമ്മോറാൻഡം ബുക്ക് ആണോ, ബുക്ക് ഓഫ് ഒറിജിനൽ ആണോ, സബ്സിഡറി ബുക്ക് ആണോ? ജേർണൽ നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു ഡേ ടു ഡേ എൻട്രി ഉള്ള ഒരു സാധനമാണ് ജേർണൽ. അപ്പൊ ലെഡ്ജർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പ്രിൻസിപ്പൽ ബുക്ക്. ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, ട്രയൽ ബാലൻസ് ഇസ് പ്രിപ്പയർഡ് ബൈ. അപ്പൊ ട്രയൽ ബാലൻസ് എന്താണ്? നമ്മൾക്ക് വന്ന വലവ്, ചിരവ് അല്ലെങ്കിൽ വേറെയുള്ള എക്സ്പെൻഡിച്ചേഴ്സ് അതെല്ലാം കൂടെ നമ്മൾ ഒരു ബാലൻസ്ഡ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. സോ ദിസ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് എന്തിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? സോ ലെഡ്ജർ അക്കൗണ്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ലെഡ്ജർ അക്കൗണ്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു ആനുവലി ആയിരിക്കും അല്ലെ ലെഡ്ജർ നമ്മൾ യൂഷ്വലി അക്കൗണ്ട് ചെയ്ത്. സോ ആനുവലി നമുക്ക് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. എത്ര ഇൻകം വന്നു, എത്ര പുറത്തേക്ക് പോയി എന്നുള്ള ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെഡ്ജർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രയൽ ബാലൻസ് ഹെൽപ്സ് ഇൻ പ്രിപ്പയറിംഗ്. ട്രയൽ ബാലൻസ് എന്തിനാണ് സഹായിക്കുന്നത്? ട്രയൽ ബാലൻസ് എന്തായിരിക്കുന്നു? നമ്മൾ ആ ഒരു ലെഡ്ജർ യൂസ് ചെയ്തിട്ട് കണക്കുകൾ ബാലൻസ് ചെയ്യുന്നതിനാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിനെ ആണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ പ്രിപ്പയർ ചെയ്യാനാണോ, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനോ ആണോ, അതോ ഇതെല്ലാത്തിനും ട്രയൽ ബാലൻസ് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചാൽ ഇവരെല്ലാവർക്കും വേണ്ടി ട്രയൽ ബാലൻസ് ഉപയോഗിക്കും. ട്രയൽ ബാലൻസ് ഈസ് ജനറലി പ്രിപ്പയർ. ട്രയൽ ബാലൻസ് എല്ലാ ദിവസവും മന്ത്ലി, ക്വാർട്ടർണറി അല്ലെങ്കിൽ ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. നേരത്തെ തന്നെ പറഞ്ഞു, ഈ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ലെഡ്ജർ ഉപയോഗിച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ലെഡ്ജർ എപ്പോഴാണ് നമ്മൾ ട്രയൽ ചെയ്യുന്നത്? ലെഡ്ജർ എല്ലാ മന്തിന്റെയും അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ്. യൂഷ്വലി നമ്മൾ മന്ത് എന്നൊക്കെ പറഞ്ഞാൽ മാർച്ചിൽ നമ്മൾ യൂഷ്വലി ഈ ഒരു അക്കൗണ്ടിങ് പ്രോസസ്സ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പം ട്രയൽ ചെയ്യുന്നത് തന്നെ, ട്രയൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെ ലെഡ്ജർ യൂസ് ചെയ്തിട്ടാണ്. ആ ലെഡ്ജറിന്റെ ഒരു ട്രയൽ ബാലൻസും ആ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്ന പീരീഡ് ആ ചോദിച്ചിരിക്കുന്നത് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ്, എല്ലാ അക്കൗണ്ടിങ് പീരീഡിന്റെയും അവസാനം. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു. DSPM MCQs.